മണ്ണിന് ശാപം വരുന്നത് എങ്ങനെ? അരുതെന്ന് പറഞ്ഞ കാര്യം ദൈവകൽപ്പന ലംഘിച്ച് നീ ചെയ്തത് കൊണ്ട്. മണ്ണ് എന്തെങ്കിലും ചെയ്തതല്ല, ആ മണ്ണിനെ ആരുപയോഗിക്കുന്നുവോ, ആരുടെ കഷ്ടമായിരിക്കുന്നു ആ ആളിന്റെ തിന്മയുടെ പ്രവൃത്തി മണ്ണിൽ ശാപമായിട്ട് പതിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണാൻ തുടങ്ങിയ വശം ഈ സ്ഥലത്തിൻ്റെ ഒക്കെ മേലുള്ള തിന്മയുടെ ഈ മേഖലയ്ക്ക് ആദ്യമായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നത് 20-25 വർഷം മുമ്പാണ്. ഒരു പള്ളി ആയിരിക്കുമ്പം ആ ഇടവകയിലെ ഒരു കുടുംബനാഥൻ എൻ്റെ പക്കലെത്തിയിട്ട് അവരുടെ വീട്ടിൽ ഒത്തിരി പൈശാചിക പീഡകളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്ന അന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ വീട്ടിൽ തട്ടുമുട്ടും തലകണ്ടിരിക്കുന്ന സ്വരം, അവസരങ്ങൾ, ദുർഗന്ധമല്ലാത്ത ദുർഗന്ധം, മാതാവിൻ്റെ സാന്നിധ്യം, സുഗന്ധാഭിഷേകം കിട്ടുന്നവർ തന്നെ പൈശാചിക സാന്നിധ്യത്തിൻ്റെ പലപ്പോഴും പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു അടയാളമാണ് ദുർഗന്ധത്തിൻ്റെ വല്ല സാന്നിധ്യം. പിന്നെ സ്വരങ്ങൾ, ഈ തട്ടുന്നത്, മുട്ടുന്നത്, എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറഞ്ഞപ്പോൾ 52 ദിവസം പ്രാർത്ഥിച്ച കേസ് പറഞ്ഞപ്പം രാത്രിയിൽ ഇങ്ങനെ പള്ളിമയുടെ പുറവശത്തു നിന്ന് ഇങ്ങനെ ഉരുപ്പടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയുന്ന വലിച്ചിടുന്ന സ്വരം കേട്ടു. നിങ്ങൾ ധാരാളം ആൾക്കാർക്ക് അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഇത് കേട്ടിട്ടും ഉണ്ടാവും. കാരണം വളരെ പെട്ടെന്ന് പ്രകടമാകുന്ന ചില അനുഭവങ്ങളുടെ തരങ്ങളാണ് ഇങ്ങനെയുള്ള സ്വരങ്ങൾ, ദുർഗന്ധമൊക്കെ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യമെല്ലാം പറഞ്ഞ് ഭക്ഷണം പെട്ടെന്ന് കേടായി പോവുക, ഈ കൊച്ചു ഉറുമ്പ്, പാറ്റ, എട്ടുകാലി, ഇത് ഒരു കാരണവുമില്ല പെട്ടെന്ന് ഒത്തിരി കാണപ്പെടുക ചില ദിവസങ്ങൾ വീട്ടിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോ ഭക്ഷണപാത്രത്തിൻ്റെ മുകളിലും അടുപ്പിൻ്റെ മുകളിൽ ഒരു കൊന്ത വെച്ചിരിക്കുകയാണ്. ഓരോ ഭക്ഷണപാത്രത്തിൻ്റെയും മൂടി വെച്ചിട്ട് ആ കൊന്ത വെച്ചിരിക്കുകയാണ്. ഒരു നല്ല ചീഞ്ഞിപ്പം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് ചൂടോടെ വെച്ച് ഭക്ഷണം കൊണ്ടുവച്ച് പ്ലേറ്റും വെച്ച് പിള്ളേരെ വിളിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കും, വിളമ്പം തുറമ്പോൾ ചീഞ്ഞു പോകും. അത്രയും പെട്ടെന്ന് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊന്ത ചുറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഓരോ 2 നില കെട്ടിടമാണ്, ഒരു നല്ല കെട്ടിടമാണ്. സാമ്പത്തികം നല്ലപോലെ ഉള്ള തറവാട്ടിലെ ഒരു മകൻ മാറി താമസിക്കുന്ന ഏതാനും ഏക്കറുകളുള്ള പുരയെടുത്ത് നടക്കാണ് ഈ വീട്. 2 നിലയിലെയും സകല കതകിൻ്റെ അകത്തും കുറ്റിയെ കൂടെ ഒടാമ്പരെ കൂടെ ഈ കൊന്ത ചുറ്റി വെച്ചിരിക്കും. ജനാലെല്ലാം കൊന്ത വെച്ചിരിക്കുക. ഞാൻ ചെയ്തെന്താ ഇങ്ങനെ? പക്ഷെ അത് വെച്ചില്ല, ആ കതകിനിട്ട് ഇടിയായിരിക്കും, തൊഴിയായിരിക്കും, പുറത്തൊന്നും ആരുമില്ല, ഒരു തരത്തിലും പറ്റിയല്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ഈ ദുർഗന്ധം ഞാൻ ശരിക്കും അനുഭവിച്ചു. ആദ്യത്തെ ചെറിയ പ്രാർത്ഥന നടത്തിയിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം അന്ന് ഞാൻ ശരിക്കും ഈ ഒരു ദുർഗന്ധം എനിക്ക് കിട്ടുകയും ചെയ്തു. എനിക്കും എൻ്റെ കൂടെ ഒരു അച്ഛനും കിട്ടി. അപ്പോൾ എനിക്ക് പിന്നെ ആ സമയത്ത് വിളിക്കുകയും ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം. അപ്പം ഇങ്ങനത്തെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ. വികാരിയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുങ്ങി വെഞ്ചരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ അവർക്ക് ഒരുങ്ങിയിട്ട് വീട് ഞാൻ പോയി വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങ് മാറി. പക്ഷേ 2 ആഴ്ച കഷ്ടിച്ച് 3 ആഴ്ച പിന്നെയും പയ്യെ വരാൻ തുടങ്ങി. വീണ്ടും ഞാൻ വെഞ്ചരിച്ചു ഒരുങ്ങിയിട്ട്. ഇതുപോലെ തന്നെ നല്ലപോലെ അങ്ങ് മാറി, പക്ഷെ പിന്നെയും വരാൻ തുടങ്ങി. അങ്ങനെ 2-3 പ്രാവശ്യം വെഞ്ചരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇച്ചിരി കാര്യങ്ങളുണ്ട്. ഈ കുടുംബിനിയുടെ പേര് വിളിക്കും പുറത്ത് തോന്നുന്നുണ്ട്, ആരും കാണുകയല്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിതാവിന് ഈ ഇങ്ങനെയുള്ള വീടുകളിൽ കൽപ്പന വെച്ച് വെഞ്ചരിക്കുന്ന ഒരു ക്രമമുണ്ട് സഭയിൽ. പിതാവിൻ്റെ കൽപ്പന മേടിച്ച് വീട് വെഞ്ചരിക്കുക. അങ്ങനെ വെഞ്ചരിപ്പ് പരമ്പരാഗതമായിട്ട് നൂറ്റാണ്ടുകളുടെ സഭയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ ബിഷപ്സ് ഹൗസുകളിലും അതിൻ്റെ ഫോം അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോമിൽ ഇടവക പേര് പൂരിപ്പിച്ച് പിതാവ് ഒപ്പുവെച്ച് സീലും വെച്ച് ഒരു കൽപ്പന തന്നാൽ അതിന് ഭയങ്കര പവറുണ്ട്. വിശുദ്ധരുടെ മറിയം തെരേസയുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി പൈസപീഡ ഉണ്ടാകുമ്പം പിതാവിന് കൽപ്പന കൊണ്ടുവന്നിട്ട് കഥകേരെ ഒട്ടിച്ചു വെക്കും, മുറിയുടെ കഥ. അപ്പോൾ സാത്താൻ ഒതുങ്ങും, മാറും, കുറച്ച് നേരത്തേക്ക് എങ്ങനെ മാറും. അങ്ങനെ പവറുണ്ട്. കാരണം അപ്പസ്തലന്മാരുടെ സ്ഥാനത്താണ് ബിഷപ്പിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ അവിടെ എടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ അതിനെ കൽപ്പന മേടിച്ച് വെഞ്ചരിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് മേടിക്കാവുന്നതാണ്. പക്ഷേ പൈശാചികമായ കെണികൾ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് പിതാവിന് ബോധ്യപ്പെടണം. ചുമ്മാ പറഞ്ഞാലൊന്നും പിതാവ് കൽപ്പന തരികയില്ല. അപ്പം ഞാൻ ഇവരുടെ ഈ വിഷയം കണ്ട ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അവരെ കൊണ്ട് കാര്യം പറഞ്ഞ് എഴുതിപ്പിച്ചിട്ട് ഞാൻ ഫോർവേഡ് ചെയ്ത് കൽപ്പന അപേക്ഷ കൊടുത്തു. അപ്പോൾ കൽപ്പന തന്നു. 1 ആവശ്യമുണ്ട് 3 പ്രാവശ്യം വെഞ്ചരിക്കാൻ പറഞ്ഞുകൊണ്ട് കൽപ്പന കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ ഒരുങ്ങി വെഞ്ചരിച്ചു, കൽപ്പന വെച്ചുകൊണ്ട് വെഞ്ചരിച്ചു. അങ്ങനെ നല്ലപോലെ മാറ്റം വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് പിന്നെ ഇത് വരാൻ തുടങ്ങി. 2ാമതും വെഞ്ചരിച്ചു, ഇതുപോലെ തന്നെ. 3ാമതും വെഞ്ചരിച്ചു, ഇതുപോലെ തന്നെ. തീരുന്നില്ല. അപ്പം എന്നാ കാണിക്കേണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഇടയ്ക്ക് പാലാ ബൈബിൾ കൺവെൻഷനിൽ ബ്രദർ തോമസ് പോൾ വന്നിരുന്നു ടോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ പോയി ബ്രദറിനെ കണ്ടു, ഞാൻ അറിഞ്ഞില്ല. പിന്നെ വന്ന് ഇവർ പറഞ്ഞു, അച്ഛാ ബ്രദർ പറഞ്ഞു ഒരു കുർബാന ചൊല്ലിയാൽ നല്ലതാണ്, വീട്ടിൽ
ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പിതാവിൻ്റെ അനുവാദം മേടിച്ചിട്ട് വീട്ടിൽ കുർബാന ക്രമീകരിച്ചു. സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം വൈകുന്നേരം പണിക്കാരൊക്കെ പോയി കഴിയും. വെഞ്ചരിപ്പെല്ലാം വൈകുന്നേരങ്ങളിലാണ്, കാരണം പണിക്കാരൊക്കെ ഉണ്ട്, അടുക്കള പണിയുന്നവരുണ്ട് മുറ്റത്ത്. അവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആർക്കും ഒരു സൂചന കിട്ടാതിരിക്കാനായിട്ടാണ്. അങ്ങനെ കുർബാന ചൊല്ലി. കുർബാനയ്ക്കിടയിലും ഒന്നിൻ്റെ അനുഭവം ഉണ്ടായി. ഒരു അനുഭവം വെച്ചാൽ ശബ്ദമുയർത്തി പാടിടുവേൻ എന്നുള്ള പാട്ട് വന്നപ്പം മുതൽ രണ്ടാം നിലയിൽ നിന്നും അതിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി എന്നോണം ഇങ്ങനെ ഓരോ ഇടിയാണ്, മുട്ടി വെച്ചിടിക്കുന്ന ഒരു സ്വരമാണ്. ഇങ്ങനെ എല്ലാവരും കേൾക്കാം, വലിയ സൗണ്ടാണ്. അത് ഞാൻ അവിടുത്തെ പണിക്കാരാരാ അവിടെയുള്ള പണിക്കാരും ഇല്ല. പിന്നെ എന്താ, പിന്നെ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഇത് മറ്റവന്മാരുടെ പരിപാടിയാണ്, അവർക്കിട്ട് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇരുത്തി അറിഞ്ഞ് പ്രാർത്ഥന ചൊല്ലി നീങ്ങി. ഇതിങ്ങനെ സൗണ്ട് തുറന്നുകൊണ്ടേ ഇരുന്നു. നിങ്ങൾ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്നുള്ള പ്രാർത്ഥന വന്നപ്പോൾ നിന്നു, പിന്നെ കേട്ടില്ല. എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുർബാന കഴിഞ്ഞ് വെഞ്ചരിക്കാൻ പോയപ്പോൾ ഞാൻ നോക്കി, അവിടെയൊന്നും പൊടി മുട്ടി ആളൊന്നും ഇല്ല. അപ്പം ഇതൊന്നും അല്ല, ഇത് സംഭവം ഇങ്ങനെ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഇവിടെ മോളി വികാരിയായിട്ടൊക്കെ ആയിരിക്കുമ്പം ഒരു കുർബാന കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എൻ്റെ പക്കൽ ഒരു കുറിപ്പ് തന്നിട്ട് പോയി, മടക്കിയൊരു കടലാസ്. ഞാൻ മുറി ചെന്നത് പോക്കറ്റ് തുറന്നു നോക്കിയപ്പം ഇങ്ങനെ എഴുതിയിരിക്കുക, അച്ഛൻ കുർബാനയിൽ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പം ഒരു ദർശനം കണ്ടു. ഒരു മേഘം ഇറങ്ങി വരുന്നു. ആ മേഘത്തിൽ നിന്ന് രണ്ട് കരങ്ങൾ താഴേക്കുന്ന അച്ഛൻ്റെ രണ്ട് കൈ തൊടുന്നു. ഇങ്ങനെ ദർശനം കണ്ടെന്ന് പറഞ്ഞോണ്ട് വല്ലപ്പൊഴിച്ച ദർശനമൊക്കെ പറയുന്നൊരു സ്ത്രീയാണ്. അങ്ങനെ പറഞ്ഞു തന്നിട്ട് പോയി. അപ്പം ഞാൻ പിന്നെ ഓർത്തു, ഈ വീട്ടിൽ കുർബാന ഇതിപ്പോൾ ലിറ്ററേച്ചർ തിയോളജി വെച്ച് നോക്കിയാൽ കറക്റ്റാണ്. കാരണം നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർന്ന സമയമാണത്. സ്വർഗം തുറന്നിറങ്ങുന്നു, സ്വർഗവും ഭൂമി ഒന്നാകുന്ന സമയമാണ് കുർബാനയുടെ ആ സമയം. അപ്പോഴാണ് നമ്മളും സ്വർഗവാസിയോട് ചേർന്ന് ഓശാന പാട്ടൊക്കെ പാടി അങ്ങ് നീങ്ങുകയാണ്. അപ്പോൾ അത് കറക്റ്റാണ്, തിയോളജിക്കലി കറക്റ്റാണത് ദർശനം. ഇപ്പം കൈ നീട്ടി തൊടുന്നൊക്കെ ഓക്കെ, അങ്ങനെ കണ്ടു. അപ്പോൾ ഞാനടുത്ത് വീട്ടിൽ കുർബാന എല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇതായിരിക്കുമോ സംഭവിച്ചത്. ദൈവസാന്നിധ്യം സ്വർഗം തുറക്കുന്ന അവസ്ഥ വന്നപ്പോൾ മാലാഖമാരും ദൈവമെല്ലാം ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ പൈസ വിട്ടുപോയതായിരിക്കാം എന്നെനിക്ക് തോന്നി. ആയിരിക്കാം അങ്ങനെ. ഏതായാലും അങ്ങനെ കുർബാന ചൊല്ലി വെഞ്ചരിച്ചു. ഇതുപോലെ തന്നെ മറ്റേ മുൻ പ്രാവശ്യങ്ങളവർ തന്നെ പെട്ടെന്ന് പ്രശ്നമെല്ലാം അതോടെ നീങ്ങി. പക്ഷേ 2 ആഴ്ച 3 ആഴ്ച പിന്നെ ഇത് വരികയാണ്. പള്ളിക്കപ്പുറം പിതാവാണെന്ന് ബിഷപ്പ്. ആ ഇടയ്ക്കൊരിക്കൽ പിതാവിനെ കണ്ടപ്പം പിതാവ് വേണ്ടി ചോദിച്ചു, അച്ഛൻ്റെ ഇടവകയിൽ ഒരു വീട് ഇങ്ങനെ കൽപ്പന മേടിച്ചായിരുന്നല്ലോ, കുർബാന ചെല്ലുന്ന കാര്യം പറഞ്ഞല്ലോ, എന്നിട്ട് പ്രശ്നമൊക്കെ തീർന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിതാവ് ഇതാണ് സിറ്റുവേഷൻ. എന്നിട്ട് പിതാവ് എല്ലാം കേട്ടച്ച് പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് വരാൻ വെഞ്ചരിക്കാൻ. ഞാൻ വന്ന് വെഞ്ചരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നല്ല കാര്യം. അങ്ങനെ സന്തോഷമായിട്ട് അവർ ഒരു ദിവസം പിതാവിനെ കൂടി ഞാൻ വൈകുന്നേരം സന്ധ്യയായി പോയി. അങ്ങനെ ചെന്നിട്ട് പിതാവ് വരെ എല്ലാം കേട്ടിച്ചിട്ട് നല്ലപോലെ പിതാവ് ഇരുന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് രാത്രി ടോർച്ചുമായിട്ട് മുറ്റത്തോടെല്ലാം പിതാവിനെയും കൊണ്ടുപോയി ഹോളി വാട്ടെല്ലാം നടിച്ച് പ്രാർത്ഥിച്ച് പിതാവ് പോയി. മുൻ അവസരങ്ങളിൽ തന്നെ നല്ലപോലെ പ്രശ്നമെല്ലാം അങ്ങ് മാറി. ഇവിടെ 2 ആഴ്ച 3 ആഴ്ച പിന്നെ ഇത് വരികയാണ്, മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഈ കുരിശുമല ആശ്രമത്തിൽ വരുമായിരുന്നു. മരിദാസ് അച്ഛൻ എൻ്റെ ആത്മീയപിതാവായിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് എനിക്ക് ആദ്യത്തെ പാഠങ്ങളൊക്കെ 1-ാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അച്ഛനാണ് ഈ പാഠം പറഞ്ഞു തരുന്നതൊക്കെ. അപ്പോൾ അവിടെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പറഞ്ഞു, ഇത്രയും നോക്കിയിട്ട് മാറുന്നില്ല. അച്ഛൻ പറഞ്ഞു അവർക്ക് താല്പര്യമാണ്, അവരത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും അവരുടെ കാറിന് ഞാൻ അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ആശ്രമത്തിൽ വന്നു. അപ്പോൾ അച്ഛൻ ഇവരെ കണ്ട് പേഴ്സണലായിട്ട് കണ്ട് സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പെരിയാന്നേരം അച്ഛൻ എന്നോട് ഉണ്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് ഈ ഒരു ഭൗതിക മേഖല, ഇങ്ങനത്തെ ഒരു ബന്ധന മേഖലയിലേക്ക് കിട്ടിയ ആദ്യത്തെ പാഠങ്ങളാണ്. അപ്പം അച്ഛൻ പറഞ്ഞ 1-ാമത്തെ കാര്യം ഇതാണ്, പിശാചന് അവകാശം കിട്ടിയ ഒരു സ്ഥലമാണ് അത്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്, പിശാചന് അവകാശം കിട്ടുന്ന സ്ഥലം. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ പിശാചന് അവകാശം കിട്ടുന്നത്? അച്ഛൻ പറഞ്ഞത് ഇവരായിട്ടൊന്നും ചെയ്തതല്ല, നേരത്തെ ആ സ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന താമസിക്കുന്ന ആരെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പൈശാചിക അരുവികളെ വിളിച്ച് അവിടെ കുടിയിരുത്തി, അവകാശം കൊടുത്ത് കുടിയിരുത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ കിടന്ന് കളിക്കുന്നത്. എനിക്കത്ര വിശ്വാസം തോന്നിയില്ല അന്ന് കേട്ടപ്പം. പക്ഷെ പിന്നെ ഞാൻ പഠിക്കാൻ 5 വർഷം ബാംഗ്ലൂരായിരുന്നപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തീസിസിനകത്ത് ഞാനും അക്രൈസ്തവ മേഖലയെക്കുറിച്ച് കൊണ്ടൊരു പഠനമുണ്ട്. ഹൈന്ദവ, ബുദ്ധിസ്റ്റ്, ഇസ്ലാം, യഹൂദ മേഖലകളിലെ സേറ്റനോളജിക്കൽ കാര്യങ്ങൾ, അവരുടെ എക്സോസിസം മെഷേഴ്സൊക്കെ ഞാൻ പഠിച്ചു പോയിട്ടുണ്ട്. അതൊന്നും അത്യാവശ്യം ഒത്തിരി ആഴത്തിലൊന്നും അല്ലെങ്കിൽ പോലും. അപ്പം ഞാൻ കണ്ടൊരു കാര്യമാണ്, ഈ അക്രൈസ്തവ ആൾക്കാർ പൈശാചിക പീഡ ഒരു വീട്ടിലെ പറമ്പിലെ വ്യക്തിക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ അവർ പലപ്പോഴും ചെയ്യുന്ന പരിപാടി, മിക്കവാറും ചെയ്യുന്ന പരിപാടി, ഈ സ്ഥലത്ത് വന്ന ആളിനെ കണ്ട് അവരുടെ രീതി കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ചിലയൊക്കെ ചെയ്തിട്ട് ഇവിടെയുള്ള അരൂപി എന്താണെന്നുള്ള ഒരു പേര് കണ്ടുപിടിക്കും. അത് കിട്ടാൻ വലിയ വിഷമം വന്നിട്ട് ഇത് വെളിപ്പെടുത്തും. അതിവിടെ ഡിമാൻഡ് എന്നാ ചോദിക്കുക, എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്താ പ്രശ്നം? അപ്പോൾ ഈ അരുവികൾ പറയും ഇന്ന കാര്യം, ഇങ്ങനെയൊക്കെ പറയും. സാധാരണ എപ്പോഴും ഉള്ള ഇവിടെ ഡിമാൻഡ് എന്നെ ആരാധിക്കണം. ഈശോയുടെ പിശാച് പറഞ്ഞ കാര്യം തന്നെ, ഈ വീടിൻ്റെ ദേവനായി ദൈവമായിട്ട് എനിക്കിരിക്കണം, എന്നെ ഇവർ പൂജിക്കണം, ആരാധിക്കണം. അതിൻ്റെ ഭാഗമായിട്ട്
എനിക്കൊരു ഒരു പൂജാമുറി പോലെ എന്നെ ഒരു ബലിപടം ഇതൊക്കെ ഉണ്ടാക്കി എന്നെ ഇങ്ങനെ ബഹുമാനിച്ചിരുത്തണം, കർമ്മങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. അതിന് കൃത്യമായ കാര്യം ഇവരിങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചെടുത്തിട്ട് ഈ വീട്ടുകാരോട് പറയും, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇങ്ങനെ ഒരു അരൂപിയാണ്, ആ അരൂപി ഇന്ന കാര്യമാണ് ആവശ്യപ്പെടുന്നത്, അത് വേണം ഇങ്ങനെ ചെയ്യാം, അത് പരിഹാരമാകും, പ്രശ്നം തീരുമാനം ഇത്ര മുടക്കമുണ്ട് എന്ന് പറയും. അപ്പോൾ സാധാരണ ഇവർ സമ്മതിക്കും, അതിനുള്ള പൈസയും മുടക്കി. അപ്പോൾ വീടിനകത്ത് തന്നെ എവിടെയെങ്കിലും ഒരു പ്രത്യേക മർമ്മസ്ഥാനത്ത് അവർ കണ്ടുപിടിക്കും, ആ സ്ഥാനത്ത് അവർ പ്രത്യേകമായ ക്രമീകരണം ഉണ്ടാക്കി, ഒരു മുറി പോലെയൊക്കെ ഉണ്ടാക്കി, പീഠമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ. അല്ലെങ്കിൽ പറമ്പിലൊരു മർമ്മസ്ഥാനം കണ്ടുപിടിച്ച് അവിടെ കൊണ്ട് എന്തെങ്കിലും സംവിധാനം കല്ലുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച് ചില കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഇവർ കർമ്മം നടത്തി ഈ ആളിലുള്ള അരൂപിയെ പിടിച്ചു കൊണ്ടുപോയി ഇവിടെ ഇരുത്തും. വിളിച്ചുകൊണ്ട് ഇരുത്തി അതിനെ ആരാധിച്ചും മാനിച്ചും കൊണ്ട് കൃത്യമായിട്ട് പിന്നെ ആഴ്ച തോറും ചില ദിവസങ്ങളിൽ, മാസത്തിൽ ചില ദിവസങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് മുടങ്ങാതെ ചെയ്യണമെന്ന് പറയും, മുടങ്ങിയ പ്രശ്നമാകും. അങ്ങനെ വരുമ്പോൾ അത് നെയ്യൊഴിക്കുക, വിളക്ക് കത്തിക്കുക, പാലൊഴിക്കുക, കോഴിയെ വെട്ടുക, കള്ളു വെക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്ത് നീങ്ങുമ്പോൾ പ്രശ്നങ്ങളങ്ങ് ഒതുങ്ങും. അപ്പം ഇങ്ങനെ ഒരു പരിപാടി അക്രൈസ്തവ മേഖല ചെയ്യുന്നത് കൊണ്ടാണ് ഈ പിശാചിനെ പിടിക്കുക എന്നുള്ള ആശയം വന്നിരിക്കുന്നത്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആൾക്കാർ പറയും പിശാചിനെ പിടിക്കും, പിശാചിനെ പിടിക്കുന്ന അച്ഛനാന്ന് പറയും. ഒരിക്കലും നമ്മൾ പിശാചിനെ പിടിക്കല, ഈശോ പിടിച്ചിട്ടില്ല, ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ കൺസെപ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തി, അതുകൊണ്ട് പിടിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം ഇതിനെ കൊണ്ട് പറഞ്ഞ് അവകാശപ്പെടുത്തി ഇരുത്തുകയാണ്. മരുദാസൻ പറഞ്ഞ കാര്യം എനിക്ക് തിരിഞ്ഞു, ഇങ്ങനെ കൊണ്ട് ഇരുത്തുമ്പം അവിടെ അവകാശം കിട്ടാവല്ലോ. അപ്പം ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അച്ഛനന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യും, ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, വെഞ്ചരിച്ചല്ലോ, എന്തേ പിന്നെ പോകാത്തത്? രണ്ടാം ചോദ്യം അതാണ്. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മാറുന്നുണ്ട്, പക്ഷെ പിന്നെയും വരികയാണ്, എന്തേ വിട്ടുപോകാത്തത്, പൂർണ്ണമായിട്ട് വിടുതൽ ഉണ്ടാകാത്തത്? അച്ഛൻ പറഞ്ഞു, ആ ഭാര്യയും ഭർത്താവും, കുഞ്ഞുങ്ങൾ പൊടി കുഞ്ഞുങ്ങളാണ്, ഇപ്പോൾ അവർ വലിയവരായി, ഭാര്യയും ഭർത്താവും, അവരിൽ ഭർത്താവ് നല്ല വിശ്വാസവും പ്രാർത്ഥനയും വിശുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് ഇതുവരെ വലിയ ദുരന്തം ഉണ്ടാകാത്തത്. പക്ഷെ ഭാര്യയിൽ ഇച്ചിരി വിഷയമുണ്ട്, അവൾക്ക് ആഡംബരഭ്രമമുണ്ട്. ആഡംബരഭ്രമം അത് പറഞ്ഞപ്പോഴേ എനിക്ക് തിരിഞ്ഞു. കാരണം ഇവിടെ മിണ്ടെന്നിറങ്ങിയപ്പോഴേ ഞാൻ സഹോദരിയോട് പറഞ്ഞ് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവരിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഓവറായിട്ടുള്ള ആഭരണങ്ങളും അലങ്കാരങ്ങളുമാണ്. പുരിയൊക്കെ വടിച്ച് മൂക്കത്തിയും കാതും മേക്കാതും തുടരുമൊക്കെ ഇട്ട് ഇങ്ങനെ ഒത്തിരി മോതിരങ്ങളും വളയും കാലയിലും കാൽവിരലിലും ഒക്കെ മോതിരം ഇങ്ങനെ ഇട്ട് ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പ്രത്യേക അവസരത്തിലേക്ക് ഒരു കല്യാണപ്പെണ്ണിനെ ഒരുക്കുമ്പോൾ ഒത്തിരി വേഷമൊക്കെ ഇടും, ആഭരണം. അത് ആ കല്യാണപ്പെണ്ണായതുകൊണ്ടാണ്. പക്ഷേ ചുമ്മാ നടക്കുമ്പോൾ എന്തിനാ അങ്ങനെ? അപ്പോൾ ഇതെന്ത് ഓവറാണെന്ന് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ ഈ സഹോദരൻ പല പ്രാവശ്യം പറഞ്ഞു, നമ്മൾ പോരാട്ടത്തിലാണല്ലോ, എളിമയിലായിരുന്നേ മാതാവ് പറഞ്ഞ കർത്താവ് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. കുഴിയിലേക്ക് താഴ്വരത്തിലേക്ക് വെള്ളം എത്തുള്ളൂ, മലമുകളിലെ പാറപ്പുറത്ത് വെള്ളം വീണാലും നിൽക്കുകയല്ല, അഹങ്കാരികൾക്ക് കൃപ സ്വീകരിക്കാൻ പറ്റുകയല്ല, ദൈവം കൊടുത്താൽ പോലും അവർ സ്വന്തമാവുകയല്ല. കുറേ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തേ. അവിടെ ഈ സ്ത്രീയോട് തർക്കിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ട് പിന്നെ ഞാനത് പ്രാവശ്യം പറഞ്ഞ് നിർത്തി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പല ദിവസങ്ങൾ, അന്ന് 153 മണിയേ ഉള്ളൂ കൊന്ത. ഞാൻ വീട്ടിൽ പല പ്രാവശ്യം വെഞ്ചരിക്കാൻ പോകുമ്പോൾ എല്ലാം ഒരുമിച്ച് കൊന്ത ചെല്ലും, എന്നിട്ടാണ് വെഞ്ചരിപ്പൊക്കെ. അപ്പോൾ ഈ 153 മണിയും ചെല്ലുമ്പോഴെല്ലാം ഈ ഭർത്താവ് മുട്ടയിൽ നിന്ന് മുഴുവൻ ചെല്ലും, ഇവളും മുട്ട നിന്ന് ആരംഭിക്കും, പെട്ടെന്ന് തന്നെ ഇരിക്കും, പിന്നെ ചെരിയും, ഉറക്കമായി. എന്നും ഇതുതന്നെ പരിപാടി, ഒരു ദിവസമല്ല, എന്നും ഇതുതന്നെ പരിപാടി. അപ്പോൾ എന്തോ അവളിൽ അസ്വസ്ഥ, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അച്ഛനെ ഇവൾ മിണ്ടി കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, എന്നോട് പറയാം, അച്ഛാ അവളുടെ ഈ ആഡംബരഭ്രമാണ് വിഷയം. അപ്പം അച്ഛനും അവരോട് സംസാരിച്ചു, മോളെ ഇത് ഇച്ചിരി ഒന്ന് മാറ്റിക്കുക, ഒരു ഇടമയിലേക്ക് വന്ന് താഴ്മയിലേക്ക് വന്നേ, നീ നിന്നെ തന്നെ ഇങ്ങനെ ഒത്തിരി കാണിക്കും, അത് പിശാചിന് ഇഷ്ടപ്പെട്ട മേഖലയാണ്, അഹങ്കാരം. അത് ദൈവികമല്ല, ആത്മീയമായിട്ട് കരുത്തല്ല, നീ എളിമ താഴ്മയിലേക്ക് വന്ന്. നമ്മൾ കണ്ടില്ല, ദാനിയേൽ ചാക്കൊടുത്ത് അല്ല എളിമപ്പെടുത്തി, അതാണ് ശരിക്കും കുഴപ്പം ചോദിക്കുക മാർഗം. ഇവിടെ അച്ഛനോടും തർക്കിച്ചു, അച്ഛൻ അതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ സ്ത്രീയുടെ ഈ മെൻറ്റാലിറ്റിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, വലിയ പാപമൊന്നും അല്ലെന്ന് പറഞ്ഞാൽ അതൊരു സംരക്ഷണമില്ലായ്മയാണ്. നമ്മൾ ഇടി മിന്നുമ്പോൾ ചെരുപ്പില്ലാതെ നിന്ന് കഴിഞ്ഞാൽ കിട്ടാമെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്, വലിയ പാപമൊന്നുമല്ല. പക്ഷേ അപ്പം അച്ഛൻ പറയാം, അന്നേരം അച്ഛൻ എന്നോട് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, അത് അച്ഛൻ്റെ വായിൽ നിന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞു, ചുട്ട മീൻ വെച്ച് പട്ടിക്കിട്ടെറിഞ്ഞാൽ പട്ടി പോകുമോ? അച്ഛൻ ചോദിക്കാം. അതിൻ്റെ കാശം നമുക്ക് കേൾക്കുമ്പോൾ ഏതാണ്ട് തിരിയും. ചുട്ട മീൻ വെച്ച് പട്ടിക്കിട്ടെറിഞ്ഞാൽ ഒരു പുറം പട്ടി പെരയ്ക്കകത്ത് വന്ന് കയറുന്ന, അടുക്കളയിൽ വന്ന് കയറുന്ന വീട്ടമ്മ മീൻ ചുട്ടുകൊണ്ടിരിക്കുക, ഉണക്കമീൻ ചുട്ട് എടുത്ത് വെക്കുന്ന വിചാരിക്കാം. ആ പട്ടി ഇങ്ങനെ ഇടയ്ക്ക് ശല്യം, അത് പെരയ്ക്കകത്ത് കയറി മീനിൻ്റെ മണം കാരണം അടുക്കള കയറിയപ്പം ഈ വീട്ടമ്മ തിരിഞ്ഞപ്പോൾ പട്ടിയെ കാണുന്നത്, പെട്ടെന്ന് കയ്യിലിരിക്കുന്ന ഒരു മീൻ തൊണ്ടമാണ്, അത് എടുത്തിട്ട് ചുട്ട മീൻ അതുമായിട്ട് ചാടി പട്ടിയുടെ പുറകെ, ഇച്ച പട്ടി എന്ന് പറയും, പട്ടി തിണ്ണേ ചാടി, വീട്ടമ്മയും തിണ്ണേ ചാടി, പട്ടി മുറ്റത്ത് ചാടി, വീട്ടമ്മയും പുറകെയൊന്നും. പട്ടി ഓടുമ്പോൾ ഓടുന്ന പട്ടി പുറകെ ഇച്ച പട്ടി എന്ന് പറഞ്ഞ് ഏറും വെച്ച് കൊടുത്തു. ഏറ് വന്ന് പട്ടി ചന്തിക്കിട്ടുകൊണ്ട് പട്ടി കാറിക്കൊണ്ട് മതിലും ചാടി അപ്പുറം പോയി. പക്ഷെ അപ്പുറം പോയി കഴിഞ്ഞാലും പട്ടിക്ക് പോകത്തില്ല.
കാരണം എന്താ, ചന്തിയിൽ ഏറ് കൊണ്ടെടുത്ത് നല്ല മണം, ചുട്ട മീനിൻ്റെ മണം. അത് വളഞ്ഞ് നിന്ന് നക്കി പിടിച്ച് ചന്തിയിലെ മീനിൻ്റെ രുചിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിന് പോകത്തില്ല. കാരണം മീനിൻ്റെ മണം വരുന്നുണ്ട്. അത് തിരിച്ച് പേടിച്ചിട്ടാണെങ്കിലും അതിലേ കയറി പമ്മി നോക്കിയിട്ട് എവിടെയാണ് മീൻ കിടക്കുന്നത് നോക്കും. വീട്ടമ്മയെ പേടിയെങ്കിലും അത് വന്ന് ചാടി അത് കണ്ടുപിടിച്ച് ചാപ്പിടും. ചാപ്പിട്ടിട്ട് കയറി നക്കിക്കൊണ്ടിന് പോകാൻ പറ്റും, പോകത്തില്ല. മണം ഇനിയും വരുന്ന അടുക്കളയ്ക്ക് ആ സാധനം ബാക്കിയിരിപ്പുണ്ട്. അത് വീട്ടമ്മ അങ്ങോട്ട് തരും ഇങ്ങോട്ട് ഇച്ചിരി കഴിയുമ്പോൾ പട്ടി പേനെ പരിക്കകത്ത് കാണും, അടുക്കളയ്ക്കകത്ത് കാണും. ഇതാണ് അച്ഛൻ പറയുകയാണ്, ചുട്ട മീൻ വെച്ച് പട്ടി കഴിയാൽ പട്ടി പോകുമോ. അതുകൊണ്ട് ഈ സ്ത്രീയിലെ ഈ ഒരു ചുട്ട മീൻ പട്ടിയെ ആകർഷിക്കുന്ന പോലെ പൈശാചിക സാന്നിധ്യത്തെ ഓണാക്കി ആകർഷിക്കുന്ന ഈ മെൻറ്റാലിറ്റി സ്ത്രീയിലുണ്ട്. അവിടെ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുമ്പോൾ പോകും. ഞാൻ ഓർത്ത് എത്ര കറക്റ്റ് അച്ഛൻ പറഞ്ഞത്. ഓരോ പ്രാർത്ഥനയിലും ഈ പട്ടി പോയി, പിശാചി പോയി. 2 ആഴ്ച 3 ആഴ്ച പിന്നെ വന്നു. ഈ സ്ത്രീ മനസ്സ് മാറ്റാൻ തയ്യാറുമല്ല. അപ്പം എന്താ ചെയ്യുന്നത്? അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം, പ്രാർത്ഥന കുറയ്ക്കരുത്, അപകട സാധ്യത നല്ലപോലെ ഉണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ 3ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞത് അതും എനിക്കൊരു ആശ്ചര്യമായിരുന്നു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ വികാരിയാണല്ലോ, അധികാരമുണ്ട് കുടുംബത്തിൻ്റെ മേൽ. പക്ഷേ ആ അധികാരം മുഴുവൻ ഉപയോഗിച്ച് പിടിച്ച പിടിയാൽ ആ പറമ്പിലെ പൈശാചിക സാന്നിധ്യത്തെ ദൂരീകരിക്കാനായിട്ട് അച്ഛൻ കടുകട്ടായം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. അങ്ങനെ ഞാൻ ആദ്യം കേൾക്കുക, പ്രാർത്ഥിക്കരുതെന്ന്. ഞാൻ വെച്ചാൽ അതെന്നാ അച്ഛാ? പറഞ്ഞു, അതിനെ വിടേണ്ടത് അവരാണ്. അവർ വിടാത്തതിന് നമുക്ക് വിടുവിക്കാൻ പറ്റിയല്ല. അവർ വിട്ടാൽ നമുക്ക് വിടുവിക്കും. ഞാനടുത്ത് പിന്നെ നമ്മൾ വയസ്സ് പറഞ്ഞില്ലേ, ഫസ്റ്റ് ഫോർമോസ്റ്റ് എക്സോസിസ്റ്റ് ഈസ് ദ പേഴ്സൺ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഒരു വ്യക്തി ഉപേക്ഷിക്കാത്തതിന് ആർക്കും ചാടിച്ചു കളയാൻ പറ്റിയല്ല. യുവദാസ് കൃത്യം നമ്മൾ കണ്ടതാണ്, യുവദാസിൻ്റെ കാര്യമൊക്കെ കണ്ടല്ലേ. അപ്പോൾ അച്ഛനത് കൃത്യം ഇത് പറയുകയാണ്. അതുകൊണ്ട് അച്ഛൻ ബലാബലം പിടിച്ചിറക്കി വിട്ടേ അടങ്ങൂ എന്ന മട്ടി പ്രാർത്ഥിക്കാൻ പോയാൽ നമുക്ക് ഉപദ്രവം ചെയ്യും, നിലനിൽക്കുകയില്ല. തിരിച്ചു വന്ന് കയറി നമുക്ക് ഉപദ്രവം വരികയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. പക്ഷെ പ്രാർത്ഥന അവർ വെച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് വിഷമാകും. അങ്ങനെ അത് മുന്നോട്ട് നീങ്ങി ഏതാനും വർഷം കഴിയുമ്പോൾ ഞാൻ സ്ഥലം മാറി വേറെ പള്ളിയിൽ പോയി, പിന്നെയും വേറെ പള്ളി വന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഉണ്ട് ഈ ഭർത്താവ് എൻ്റെ പക്കൽ വീണ്ടും എത്തി. വെച്ചാൽ വീട്ടിൽ അവക്കപ്പടി അസുഖങ്ങളാണ്, ഇച്ചിരി ഗൗരവമുള്ള 2-3 അസുഖങ്ങളുടെ പേര് പറയുകയാണ്. അപ്പടി അവശതയാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കാൻ വരാവോ? പണ്ട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ 1-2 ആഴ്ചയെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ നിങ്ങളുടെ വികാരി അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വികാരിച്ചനോട് പറഞ്ഞ്, അയ്യോ അച്ഛനോട് പറഞ്ഞാൽ പറ്റിയല്ല, അച്ഛനൊന്നും വിശ്വസിക്കുകയല്ല, അത് മാത്രമല്ല അച്ഛൻ അവിടെ ഇവിടെ പറഞ്ഞ സംഗതി നടക്കടാം, പറ്റിയല്ല അച്ഛന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ഇപ്പം എന്നാ ചെയ്യുന്നേ? അച്ഛാ ഒന്ന് വരാവോ? ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് വന്ന് കയറി പ്രാർത്ഥിക്കത്തില്ല, ഇത് അധികാരം വേണം, എനിക്ക് അവിടെ അധികാരം ഇല്ല, ഇപ്പം ഞാൻ നിങ്ങളുടെ വികാരി അല്ല. ഒരു കാര്യം ചെയ്യുക, ഈ പള്ളിയിലോട്ട് വാ, ഇവിടെ എനിക്ക് അധികാരമുണ്ട്, ഇവിടെ നിങ്ങൾ വരാമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൽ പ്രാർത്ഥിക്കാം. അപ്പം പോലും ഞാൻ വെച്ചാൽ ഇവിടെ ഞങ്ങൾ പലയിടത്തും, ഞാൻ പറഞ്ഞ ഏകദേശം ശുശ്രൂഷ നടത്തുന്നത് എല്ലാ ബുധനാഴ്ചകളിലും ഞാൻ എല്ലാ പള്ളിയും ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ പലയിടത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ചോദിക്കുക എന്താ, അപ്പം വല്ല സൂചന അവർക്ക് കിട്ടുമോ? ഇവർ തറവാട്ടിൽ പോലും അറിയിച്ചിട്ടില്ല ഈ പ്രശ്നം ഈ വീട്ടിലുണ്ടെന്നുള്ളത്. അങ്ങനെ അവർ നീങ്ങുന്നത്. അതുകൊണ്ട് അച്ഛാ, ഞാൻ പറഞ്ഞു, ആവശ്യക്കാരന് ആവശ്യത്തില്ല, നമ്മളല്ലേ ആവശ്യക്കാർ, വന്ന് പ്രാർത്ഥന മേടിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ മനുഷ്യൻ പോയി വന്നില്ല, ഒരിക്കൽ പോലും വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് വിളിച്ച് വെച്ചാൽ അവൾ ആശുപത്രിയിലാണ്, അപ്പടി മേലെ അച്ഛനൊന്ന് വരാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാം, ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ ചില ദിവസങ്ങളൊക്കെ ആ ഭാഗത്തൂടെയൊക്കെ പോകുന്ന അവസരം വന്നപ്പോഴും ഞാൻ ഓർത്തു, പക്ഷേ എനിക്ക് പോകാനുള്ള എന്നതാ ഒരു കരുത്തുള്ളിൽ കിട്ടുന്നില്ല, ഒരു അഭിഷേകം കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാം നമുക്ക് ഉള്ളിൽ കിട്ടാതെ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയി ചെയ്താൽ ശരിയാകുമല്ലോ, ഉപകാരം ഉണ്ടാവുകയോ ഉപദ്രവം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ല. ആ സ്ത്രീ മരിച്ചു. 40-45 വയസ്സ്, ഒരു പക്ഷേ അത്ര ഉണ്ടായിരുന്നില്ല, 3 കുഞ്ഞു പിള്ളേരും. പിന്നെ വീട്ടിൽ പോയി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവ് സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സങ്കടം പറയണ്ട, ഞാൻ ആത്മാർത്ഥമായിട്ട് അന്നും ഇന്നും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് അവിടെ അധികാരത്തെന്ന് പറഞ്ഞു. എങ്ങനെ മരിച്ചു നിർത്താൻ സഹോദരി? നഷ്ടപ്പെട്ടു പോയെന്ന് അർത്ഥമില്ല, നരകത്തിൽ പോയെന്ന് അങ്ങനെ അർത്ഥമില്ല, അല്പം നശിച്ച അർത്ഥമില്ല. പക്ഷേ പൈശാചികമായ പറമ്പിൽ നിന്നുള്ള പീഡയെ മറികടക്കാൻ സാധിച്ചില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിൾ തന്നെയാണ്, നമുക്കെതിരെ വരുന്ന പൈശാചിക പീഡയെ നമ്മൾ തോൽപ്പിക്കേണ്ടത് നമ്മിൽ നിറയുന്ന ദൈവശക്തി കൊണ്ടാണ്. അപ്പോൾ നമ്മിലുള്ള ദൈവശക്തിയേക്കാൾ നമുക്ക് തിന്മ ശക്തി കൂടി നിന്നാൽ നമ്മൾ ഞെരുങ്ങും, ചിലപ്പോൾ തീർന്നെന്ന് വരും. അതാണ് സംഭവം. അപ്പോൾ ഇവരുടെ അഹങ്കാരം ഒരു ചോർച്ചയാണ്. പ്രാർത്ഥന കൊണ്ടെന്ന് പറഞ്ഞാൽ അതുവഴി കിട്ടുന്ന കുറച്ച് കൃപാവരം ഉള്ളിൽ സ്റ്റോക്കാകുന്നില്ല. ഈ അഹങ്കാരത്തിലൂടെ തോർന്ന് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ സഹോദരിയുടെ അത്ര തട്ട് കിട്ടിയത്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, പൈശാചികമായ ഒരു അവസ്ഥ, സ്വാധീനം വസ്തുക്കളിലോ വീട്ടിലോ പറമ്പിലൊക്കെ വരുന്നത്. ഹോണ്ടഡ് ഹൗസുകൾ എന്നൊക്കെ പറയുന്ന വീടുകളെ പറ്റി കേട്ടിട്ടുണ്ടാകും. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും. എല്ലാ രാജ്യങ്ങളിലും എല്ലാ നാടുകളിലും ഉണ്ട് ബാധയുള്ള വീട്, താമസിക്കാൻ കൊള്ളാത്തതായിട്ട്. എനിക്ക് വേറെ വീടുകളും അറിയാം ഇതുപോലെ തന്നെ ആൾ തീർന്ന സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്.
വീട്ടിൽ നിന്ന് കയറിയ ശേഷം, പുതിയ വീട്ടിൽ നിന്ന് കയറിയ ശേഷം കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഇങ്ങനെയുള്ള വീട്, പ്രശ്നമുള്ള വീടുകൾ ഇവർ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനിടും. നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വീട് ചാടി വാങ്ങിക്കരുത്. ന്യായമായൊരു വില ഡിമാൻഡ് ചെയ്യുന്നില്ലാത്തടത്ത് വേറെ എന്തെങ്കിലും, അവർക്ക് അതുപോലെ പൈസക്ക് അത്യാവശ്യം അങ്ങനെയൊക്കെ, അതല്ല എങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, സാധ്യതയുണ്ടെന്ന് അറിയണം. കുറഞ്ഞ വിലയ്ക്ക് വീട് കിട്ടിയപ്പോൾ വാങ്ങിച്ചിട്ട് കയറി, അതേ തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, ഭർത്താവിന് വേണ്ടാത്ത അവിശ്വസ്ത ബന്ധം, ഭാര്യയ്ക്ക് ക്യാൻസർ, ഇങ്ങനെ വന്ന് കുഴഞ്ഞ് എനിക്കറിയാവുന്നൊരു കുടുംബം. ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ആ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഏതാണ്ട് പോലെയാണ്, 2 നില കെട്ടം, പക്ഷേ ഏതാണ്ട് പോലെയാണ്. പിന്നീടാണ് ഈ കുടുംബിനെ അറിയുന്നത്. ഇതിനു മുമ്പും 1-2 കുടുംബക്കാർ ഇതുപോലെ വിഷമിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്, വീട്ടിൽ കളഞ്ഞതാണ്. ഇപ്പം ഞങ്ങളുടെ വന്നു പെട്ടു. പക്ഷെ അപ്പോഴേക്കും പ്രധാന വലിയ ബോധ്യങ്ങളൊന്നുമില്ല ഈ കാര്യം. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വീട് മാറിക്കേ, കാരണം അസുഖം വന്നിട്ട് ചെറുപ്രായമുള്ള കുടുംബിനെയാണ്, ക്യാൻസർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീടൊന്ന് മാറിക്കേ. അപ്പോഴേക്കും ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് വേണ്ടാത്തൊരു ബന്ധം, നാട്ടിലെല്ലാം പാട്ടായി, അതിൻ്റെ ഒരു വഴക്ക്, വീട്ടിൽ അങ്ങനെ ഭയങ്കര ബഹളം, അങ്ങനെയെല്ലാം വന്ന് വല്ലാണ്ടായി. അവിടെ ഭർത്താവ് ഒട്ടും വഴങ്ങിയില്ല. എങ്ങനെയെങ്കിലും ആ ഭാര്യ മരിച്ചു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സ്ഥലത്തിൻ്റെ കൊണ്ട് തെളിയിക്കാനൊന്നും പറ്റുകയില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വചനത്തിലേക്കൊന്ന് നോക്കാം. വചനത്തിലേക്ക് നോക്കുമ്പം ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യരുടെ ചെയ്തികൾ, പാപം വഴി ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 17-ാം വാക്യം ശ്രദ്ധിച്ച്, പാപം ആദ്യത്തെ ഉണ്ടായി കഴിയുമ്പോൾ ആദത്തോട് തമ്പുരാൻ സംസാരിക്കുമ്പം, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ഇപ്പം മണ്ണിൻ്റെ അവസ്ഥ പറയുന്നത് കണ്ടോ, ശപിക്കപ്പെട്ടതായിരിക്കുന്നു. ഇതേ മണ്ണിനെ കുറിച്ച് തമ്പുരാൻ അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞതാണ് ഈ മണ്ണ് സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും. ഇപ്പം അതേ മണ്ണിനെ നോക്കി തമ്പുരാൻ പറയാണ് ശപിക്കപ്പെട്ടതായി. അപ്പം മണ്ണിന് ശാപം വരുന്നത് എങ്ങനെ? അരുതെന്ന് പറഞ്ഞ കാര്യം ദൈവകൽപ്പന ലംഘിച്ച് നീ ചെയ്തത് കൊണ്ട്. മണ്ണ് എന്തെങ്കിലും ചെയ്തതല്ല, ആ മണ്ണിനെ ആരുപയോഗിക്കുന്നുവോ, ആരുടെ കസ്റ്റഡിയിലായിരിക്കുന്നു ആ ആളിൻ്റെ തിന്മയുടെ പ്രവൃത്തി മണ്ണിൽ ശാപമായിട്ട് പതിഞ്ഞിരിക്കുന്നു എന്ന് വചനത്തിൽ കിടക്കുന്നു. ഏശയ്യ 24 സമാനമായ ശക്തമായ ഒരു പരാമർശം കാണാൻ പറ്റും. ഏശയ്യ 24 4 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെതാണ് ഈ വചനം, ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടെ പോയി വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നുണ്ടോ. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായിട്ട് തീർന്നിരിക്കുന്നു. ആദം ആണ് നിവാസി ആദ്യത്തേത്. ആ ആദം ആണ് നിവാസിയുടെ തിന്മ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായും തമ്പുരാൻ അന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാണ്, അവർ നിയമം ലംഘിക്കുകയും കൽപ്പനയിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് ശാപം ഭൂമിയെ വിഴുങ്ങുന്നു. അപ്പുറത്ത് ശപിക്കപ്പെട്ടതായി എന്ന് പറഞ്ഞപ്പോൾ ഏശയ്യായിൽ വരുമ്പോഴത്തേക്കും ശാപം ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്നു. കാരണം ഭൂവാസികൾ നിയമം ലംഘിച്ചു, കൽപ്പനയിൽ നിന്നും വ്യതിചലിച്ചു, ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേര് മാത്രം അവശേഷിക്കുന്നു. ഇറ്റ്സ് ടു വേ പ്രോസസ്. എന്താ ടു വേ പ്രോസസ്സ്? ഒന്ന്, നിവാസികൾ അവർ ചെയ്യുന്ന, ഒരു സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തികൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു ഇംപ്രിൻറ്റിങ് അവർ ആയിരിക്കുന്ന സ്ഥലത്ത് പതിയുന്നു, ആ വീട്ടിലും പറമ്പിലും പതിയുന്നു. അതൊരു വശം. അങ്ങനെ പതിയുന്ന തിന്മയാണെങ്കിൽ ആ തിന്മ തിരിച്ച് പ്രസരിച്ചിട്ട് അതിൻ്റെ ആഘാതത്തിൽ അവിടെ താമസിക്കുന്ന വ്യക്തികൾ ദഹിച്ചു തീരുന്നു. ചുരുക്കം പേര് മാത്രമേ ശേഷിക്കുന്നുള്ളൂ, തീർന്നു പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടിലെ കെട്ട പ്രവൃത്തികൾ സംഭവിക്കുമ്പം, ആത്മഹത്യ, കൊലപാതകം, മദ്യപാനം, വ്യഭിചാരം, ആഭിചാരങ്ങൾ സംഭവിക്കുമ്പം അതിൻ്റെ ഒരു ഇംപ്രിൻറ്റിങ് ആ മണ്ണിലും തടയിലും കെട്ടിലും പതിയുന്നു. ആ വീട്ടിൽ ആൾക്കാർ താമസിക്കുമ്പം അതിൻ്റെ അവസ്ഥ തിരിച്ചു വന്നിട്ട് അവർ ഞെരുങ്ങാൻ തുടങ്ങും. ഇപ്പം ഞാൻ പറഞ്ഞ സംഭവത്തിൽ ആ പറമ്പിൽ ആഭിചാരം നടത്തിയിട്ട് പൈശാചിക സാന്നിധ്യങ്ങളെ കുടിയിരുത്തി വെച്ചു പണ്ടത്തെ ആൾക്കാർ, നിവാസികൾ. അങ്ങനെ കുടിയേറ്റപ്പെട്ട തിന്മയുടെ ശക്തി അവിടെ പ്രസരിക്കുന്നു. അത് ഏറ്റിട്ട് ഇപ്പം താമസിക്കുന്ന കുടുംബം ഞെരുങ്ങുന്നു. അതിനകത്ത് ആ സ്ത്രീ ദഹിച്ച് തീർന്നു എന്ന് പറയാം. ആള് മരിക്കുകയാണ്, ദഹിച്ച് തീരുന്നു. ചുരുക്കം പേര് മാത്രമേ ശേഷിക്കുന്നുള്ളൂ, ആലുമേ കരുത്തുള്ളവരെ ശേഷിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ പറമ്പില്, വസ്തുവില്, വീട്ടില് പവർ നിൽക്കുമോ? ഇതൊരു ബേസിക് ക്വസ്റ്റ്യനാണ്. അങ്ങ് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, തിരുശേഷിപ്പുകളുടെ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളിൽ ഏലീഷയെ കുറിച്ചാണ്.
ഏലിയ പ്രവാചക ശിഷ്യനായിരുന്നു ഏലീഷ. ഏലിയായുടെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ചോദിച്ചു വാങ്ങിച്ച ആളാണ്. ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ വ്യക്തി. അദ്ദേഹം മരിച്ചു. ഏലീഷ മരിച്ചു. അവരെന്നെ സംസ്കരിച്ചു. വസന്തകാലത്ത് മോവാബർ കൂട്ടമായി ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോയി അക്രമ സംഘത്തെ കണ്ട ജഡം ഏലീഷയുടെ കല്ലറയ്ക്ക് എറിഞ്ഞു. ഏലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. വളരെ നാടകീയമായ പരാമർശനമാണ്. വളരെ ബ്രീഫായിട്ട് പക്ഷെ ക്ലിയറുമാണ്. അസംഭാവ്യമാണെന്ന് തോന്നിപ്പോകും. ഇതാണ് തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ പരാമർശനം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. സഭ തിരുശേഷിയെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഇതാണ് ആദ്യം ഉദ്ധരിക്കുന്ന സംഭവം. പിന്നെ ഇങ്ങനെ വസ്തുവിൽ പദാർത്ഥത്തിൽ പവർ നിൽക്കുമോ എന്നുള്ളതിൻ്റെ ഉത്തരം ചോദിക്കുമ്പോൾ ലൂക്ക 8 രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുമ്പോൾ ഈശോ ചോദിക്കുന്നു, ആരാ എന്നെ സ്പർശിച്ചത്, ആരോ എന്നെ തൊട്ടു, ശക്തി നിർഗമിച്ചു. 46 വാക്യം. അപ്പോൾ ഈശോ ചോദിച്ചു, ആരാ എന്നെ സ്പർശിച്ചത്, ആരോ തൊട്ടല്ലോ, ശക്തി ഒഴുകി. അപ്പം എന്നെയല്ല. ലൂക്ക 8 എന്നെ സ്പർശിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലെ ഈ സ്ത്രീ തൊട്ടുള്ളൂ. 44 വാക്യം. വസ്ത്രത്തിന്റെ വിളിമ്പിലാണ് തൊട്ടത്. അപ്പോഴാ ശക്തി ഒഴി. അപ്പൊ ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈശോ അറിഞ്ഞുകൊണ്ട് സൗഖ്യം അല്ലത്. അപ്പോൾ ഈശോയുടെ വസ്ത്രത്തിൽ പോലും ഈശോയിലുള്ള പരിശുദ്ധാത്മ ശക്തി വസ്ത്രത്തിൽ നിറഞ്ഞ് ത്രസിച്ച് നീക്കുകയാണ്. വസ്ത്രത്തെ തൊട്ടു ഈശോ പോലും അറിയാതെ അത് പ്രവർത്തിച്ചു. ഈശോയുടെ മനസ്സറിയാതെ തന്നെ ഈ വസ്തുവിലുള്ള പ്രവൃത്തി അതിൽ തന്നെ പ്രവർത്തന നിരതമാണ്, പ്രവർത്തനക്ഷമമാണ്. ഈ വസ്ത്രത്തിലെ ശക്തി ഒഴുകി ഇറങ്ങിയപ്പം ഈശോയിൽ നിന്ന് വീണ്ടും ശക്തി വസ്ത്രത്തിലേക്ക് ഒഴുകിയിരിക്കാം. അതാ ഈശോ ഇവിടെ നിർഗമിച്ചു. നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 19 11 വാക്യം. പൗലോസിന്റെ 11-12 പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണ അത്ഭുതം പ്രവർത്തിച്ചിട്ടൊന്നും അവന്റെ ശരീരസ്പർശമേറ്റ തുവാലയുടെ അംഗവസ്ത്രങ്ങൾ രോഗി എടുത്തുകൊണ്ട് അപ്പോൾ രോഗം വിട്ടുമാറി അശുദ്ധാത്മാക്കൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ തുവാല, ശരീരസ്പർശമേറ്റ വസ്ത്ര കഷ്ണങ്ങൾ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. പിന്നെ അപ്പോസ്തലൻ ഇതേപ്പറ്റി ഒന്നും അറിയുന്നില്ല. അത് കൊണ്ടുപോകുന്ന ആൾക്കാർ രോഗിയെ തൊടുവിക്കുമ്പോൾ രോഗം മറന്നു. അശുദ്ധാത്മാക്കൾ തൊടുകയും അശുദ്ധാത്മ വിട്ടുപോയി. പൗലോസ് അപ്പോസ്തലൻ അറിയുന്നില്ല സംഭവം. അപ്പോൾ വസ്തുവിൽ അതിൽ തന്നെ പവർ നിൽക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വചനത്തിൽ കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 5 കുറെ കൂടെ പ്രസക്തിയുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള വേറൊരു സംഭവം കാണാം. അപ്പോസ്തല പ്രവർത്തനം 5 15 16 അപ്പോസ്തലന്മാർ വഴി നടക്കുമ്പം ആൾക്കാർ രോഗികളെയും മറ്റും കൊണ്ടുവന്ന് പാതയോരങ്ങൾ കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ നിഴലെങ്കിലും അവർ ഏതാനും പേര് പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ അശുദ്ധാത്മാക്കൾക്ക് ബാധിച്ചിരുന്നവരെ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചിരുന്നു. നിഴല് പതിച്ചതേ ഉള്ളൂ. ഇവർ പോലും അറിയുന്നില്ല എന്താ സംഭവിക്കുന്നുള്ളത്. അറിയണ്ട. അപ്പം നിഴലിൽ പോലൊരു പവറുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. അപ്പം ഏത് പവറാണിത്? ആ വ്യക്തിയിലുള്ള പവറാണ്. ഒരു വ്യക്തിയിലുള്ള പവറാണ്. ഏലീശയിലുണ്ടായിരുന്ന പവർ ഏലീശ മരിച്ചു പോയി കഴിഞ്ഞ് അവിടെ കിടക്കുന്ന അസ്ഥിയിൽ ഇപ്പോഴും നിൽക്കുന്നു. അത് പ്രവർത്തനക്ഷമമാണ്. മൃതശരീരം ജീവൻ പ്രാപിക്കാൻ മാത്രം എന്നുള്ള ശക്തമായ ഒരു രേഖപ്പെടുത്തലാണ് ബൈബിളിൽ കിടക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാനോ അന്വേഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഈശ്വര വസ്ത്രം നമ്മൾ കണ്ടു, പൗലോസാംഗത്തിൻ്റെ വസ്ത്രം, ഇവിടെ നിഴല്. ഇത് ബൈബിളിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ സഭയുടെ ആദ്യ നാളുകൾ മുമ്പ് രക്തസാക്ഷിയുടെ കാലഘട്ടമൊക്കെ നോക്കുമ്പോഴും ഇത് ആൾക്കാർക്ക് അനുഭവമായിരുന്നു. രക്തസാക്ഷികളെ അടക്കിയിരുന്ന കല്ലറകളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ രോഗശാന്തി പിശാചി വിട്ടുപോയിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവരുടെ അസ്ഥികൾ മാന്തി എടുത്തുകൊണ്ട് ഈ വീട്ടിൽ കൊണ്ട് വെക്കുന്ന രീതിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇടവരുത്തി. കാരണം ആൾക്കാർ മത്സരിച്ച് മാന്താൻ വരാൻ തുടങ്ങി. അടക്കിയിട്ട് പിറ്റേ ദിവസം തന്നെയൊക്കെ മാന്താൻ വന്ന് എന്നാ കാണിക്കും. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ സഭ പിന്നെ ഇടപെടാൻ തുടങ്ങി. അപ്പം സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ സഭ തന്നെ അത് മുദ്ര വെക്കും. ഇതിങ്ങനെ ആദ്യ നാളുകൾ മുതലേ ഈ തിരുശേഷിപ്പുകൾ വഴിയുള്ള പവർ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട്. സെബസ്റ്റ്യാനോസിൻ്റെ ഒക്കെ അസ്ഥി എടുത്തോണ്ട് ചെല്ലുമ്പം പ്ലേഗ്, വസന്ത, കീടബാധ എല്ലാം മാറിയിരുന്നു, രോഗങ്ങളൊക്കെ മാറിയിരുന്നു. അപ്പം അങ്ങനെ ആദ്യ നാടുകളിൽ ഈ അസ്ഥി ഈ തിരുശേഷിപ്പുകളുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള പ്ലേഗ് പിടിക്കുമ്പം ഇതുമായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കും നാട്ടിൻപുറങ്ങളിലൂടെ. അപ്പോൾ ഇത് അസുഖം മാറിയിരുന്നു. അതിൻ്റെ പാരമ്പര്യമാണ് ഇന്നുള്ള ഈ പന്തൽ പ്രദക്ഷിണങ്ങൾ. പന്തൽ പ്രദക്ഷിണം, പള്ളിയിരിക്കുന്ന തിരുശേഷിപ്പ് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ പറമ്പിൽ കൊണ്ടുവരണം, അങ്ങനെയുള്ള ഡിമാൻഡ് വന്നപ്പോൾ എല്ലാ വീട്ടിൽ കൂടെയും കൊണ്ടാകാൻ പറ്റാതെ വന്നപ്പം ഒരു ഭാഗത്തുള്ള വീട്ടുകാരെല്ലാം ഒരു കൊച്ചു വീടുണ്ടാക്കി വെക്കുന്നു, പന്തൽ. അവിടെ കൊണ്ടുവരുമ്പം ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ വീട്ടുകാർക്കെല്ലാം തിരുശേഷിപ്പിൻ്റെ ബ്ലെസ്സിങ്, സാന്നിധ്യം കിട്ടി. അപ്പോൾ തിന്മ മാറുന്നു. അപ്പം ചില വിശുദ്ധർക്ക് ഒരു പ്രത്യേക സത്യം, സെബസ്റ്റ്യാനോസിനൊക്കെ പറയും നാടായ നാട് മുഴുവൻ ചുറ്റി നടന്ന് ഇങ്ങനെ
പ്രദക്ഷിണം കൊണ്ടുപോകുന്നു. അതിൻ്റെ ആരംഭം ഇതാണ്. ഈ തിരുശേഷിപ്പിൻ്റെ പവർ നമ്മുടെ ജീവിത പെരുമാറ്റ മേഖലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് ഈ കാര്യമൊന്നും ഞങ്ങൾ അച്ഛന്മാരുടെ പിഴയാണ് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് പെരുന്നാളിൻ്റെ പ്രദക്ഷിണം എന്ന് പറയുന്നത് വേറെ ആഘോഷങ്ങളാണ് അല്ലേ? തിരുനാൾ പ്രദക്ഷിണത്തിന് ആർക്കും വേണ്ടാത്തതാണ് തിരുശേഷിപ്പ്. അച്ഛൻ അവിടെ എങ്ങാനും കാണും, അത് അച്ഛനെ ആർക്ക് വേണം? പാലികയുടെ കീഴിൽ അച്ഛൻ തിരുശേഷിപ്പ് നടക്കുക, അങ്ങോട്ട് ആരും നോക്ക് പോലും ഇല്ല. എല്ലാവരും ചെണ്ടമേളത്തിൻ്റെയും ഭാര്യമേളത്തിൻ്റെ അടുത്താണ്. അങ്ങനെ ഒരു തലതിരിച്ചിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കാര്യം മറന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ തിരുശേഷിപ്പുകൾ ഇങ്ങനെ അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു അൽഫോൻസാമ്മ എല്ലാ കാലഘട്ടങ്ങളിലും തിരുശേഷിപ്പിൻ്റെ പവർ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട്. അൽഫോൻസാമ്മയുടെ കബറിടത്തെ കൊണ്ട് കൊച്ചു കാല് വളഞ്ഞ കൊച്ചിനെ കിടത്തേക്ക് പോയി കാല് നിവർന്നു. അങ്ങനെയുള്ള അവസാനത്തെ അത്ഭുതം. ഇത് എല്ലാ വിശുദ്ധരുമായി ബന്ധപ്പെട്ട് തിരുശേഷിപ്പ് ബന്ധപ്പെട്ടു. അപ്പോൾ അൽഫോൻസാമ്മയുടെ കല്ലറയ്ക്കകത്ത് അൽഫോൻസാമ്മയുണ്ടോ? ഇല്ല. അൽഫോൻസാമ്മ മരിച്ച സ്വർഗ്ഗത്തിലോട്ട് പോയി, ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെയുള്ളത് തന്നെ ശേഷിപ്പേ ഉള്ളൂ, മണ്ണ്, ശരീരം അടിഞ്ഞ മണ്ണ്, അസ്ഥി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ പവറുണ്ട്, അവിടെ തന്നെ പവർ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ തിരുശേഷിപ്പിനെ പറ്റി ഇങ്ങനെ അനുഭവം വന്നപ്പോൾ സഭ അതേപ്പറ്റി കരുതെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതേക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ പറയും 3 ഗ്രേഡിലുള്ള തിരുശേഷിപ്പുകളുണ്ട്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്. എ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വ്യക്തിയുടെ ശരീരത്തിൻ്റെ നേരിട്ടുള്ള ശേഷിപ്പുകളാണ്. അസ്ഥി അല്ല, ശരീരം അഴിഞ്ഞുണ്ടായ മണ്ണ്. അത് ചുരുക്കം ചില ആ വിശുദ്ധൻ്റെ വിശുദ്ധയുടെ പേരിലുള്ള പള്ളികൾ, കപ്പേളകൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കൊടുക്കാനുള്ളൂ. കാരണം ഒരു വ്യക്തിയുടെ അസ്ഥികളുടെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാത്രം എടുത്ത് സത്തയോടെ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നല്ല ചെപ്പിനകത്ത് സീൽ ചെയ്ത് വെച്ചിട്ട് സ്ഥലത്തെ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കത്തോടുകൂടി അത് കൊടുക്കുള്ളൂ. എ ഗ്രേഡ് തിരുശേഷിപ്പം. പിന്നെ ബി ഗ്രേഡ് ഉണ്ട്. ബി ഗ്രേഡ് എന്ന് പറയുന്നത് ഈ വ്യക്തി ജീവിച്ചിരുന്നപ്പം നേരിട്ട് പെരുമാറിയിരുന്ന ഏത് വസ്ത്രം, പുസ്തകം, കസേര, മേശ, കട്ടില്, മുറി, നേരിട്ട് ഇടപെട്ട മേഖലയെല്ലാം ബി ഗ്രേഡ് തിരുശേഷിപ്പാണ്. അതുകൊണ്ട് അൽഫോൻസാമ്മ പിറന്ന കുടമാളൊരു വീടും വളർന്ന മുട്ടിയറ വീടും ഒക്കെ ഈ വിശുദ്ധ സ്ഥലങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം. ഇനി സി ഗ്രേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എ ഗ്രേഡ് അല്ലെ ബി ഗ്രേഡ് തിരുശേഷിപ്പുമായിട്ട് നേരിട്ട് സമ്പർക്കപ്പെടുത്തി ഏതൊരു വസ്തുവും സി ഗ്രേഡ് തിരുശേഷിപ്പാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരുശേഷിപ്പ് തൊടുവിച്ച തൂവാല, പൂവ്, കബറിടത്തിൽ നിന്ന് എടുത്തതായ പൂക്കൾ, ഇതെല്ലാം സി ഗ്രേഡ് തിരുശേഷിപ്പാണ്. സാധാരണ ചെറിയ വിശുദ്ധരുടെ കടലാസ് പടങ്ങൾ, അതിൻ്റെ താഴെ ഒരു ചെറിയ വട്ടത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ചെറിയ തുണിക്കഷ്ണം എന്തെങ്കിലും കാണാം, അത് സി ഗ്രേഡാണ്. അപ്പം ഇതാണ് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് തിരുശേഷിപ്പ്. അപ്പോസ്തല പ്രവർത്തനം 1:17 മുതൽ യൂദാസിനെ കുറിച്ച് പറയുമ്പം അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് പറമ്പ് വാങ്ങി തല കൊത്തു വീണ് ഉദരം പെടുന്ന അവൻ്റെ കുടമെല്ലാം പുറത്ത് ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ എന്നർത്ഥമുള്ള ഹക്കൽ ദാമ എന്നറിയപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ 2 പറമ്പുണ്ട് ഇവിടെ. ഒന്ന് യൂദാസ് തൂങ്ങി മരിച്ചൊരു പറമ്പ്, മറ്റേത് യൂദാസ് എറിഞ്ഞ് കിടന്ന് 30 വെള്ളിക്കാശ് കൊണ്ട് പുരോഹിതന്മാർ വാങ്ങിച്ച കുശവന്റെ പറമ്പ്, അത് വേറെ പറമ്പാണ്. അപ്പം അങ്ങനെയുള്ള ആ പറമ്പിൽ ഇപ്പം യൂദാസ് തൂങ്ങി മരിച്ച പറമ്പ് ഒന്ന് ഓർത്ത് നോക്കിക്ക്. മരത്തെ തൂങ്ങി മരിച്ചു, ആരും അഴിച്ചോണ്ട് പോയില്ല, അവിടെ കിടന്ന് ചീഞ്ഞ് അഴിഞ്ഞ് നിലത്ത് വീണ് അഴുകി തീർന്നു. അപ്പോൾ യൂദാസിൻ്റെ അസ്ഥികൾ അവിടെ ചെതറിക്കിടക്കുന്നു. ഈ അസ്ഥികളിൽ എന്തെങ്കിലും പവർ ഉണ്ടായിരിക്കുമോ? ഈ അസ്ഥികളിൽ എന്തെങ്കിലും പവർ കാണുമോ? ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ച് കണ്ടുവന്ന് വെച്ചാണെങ്കിൽ ഏലീശയുടെ അസ്ഥിയിൽ ഏലീശയിലുണ്ടായിരുന്ന അരൂപിയുടെ പവർ ഉണ്ടായെങ്കിൽ യൂദാസിൻ്റെ അസ്ഥിയിൽ യൂദാസിലുണ്ടായിരുന്ന അരൂപിയുടെ പവർ ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എ ഗ്രേഡ്, ഒരു ദുർശേഷിപ്പ് എന്നൊരു വാക്ക് ഞാനങ്ങ് ഉപയോഗിക്കുകയാണ് തിരുശേഷിപ്പിന് പകരം ദുർശേഷിപ്പ്. അങ്ങനെ ഒരു ദുർശേഷിപ്പ് എ ഗ്രേഡ് ഉണ്ടെങ്കിൽ ബി ഗ്രേഡ് സാധ്യതയില്ലേ? അപ്പോൾ യൂദാസ് ഇരുന്ന കസേര, കിടന്ന കട്ടില്, ഇതെല്ലാം അതിൻ്റെ ഒരു ഇംപ്രിൻറ്റിങ് വന്നിട്ടില്ലേ യൂദാസിലുള്ള അരൂപിയുടേത്? അങ്ങനത്തെ സി ഗ്രേഡിൻ്റെ മേഖലയില്ലേ? അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ നമ്മുടെയൊക്കെ വീടുകളെപ്പറ്റി ചിന്തിക്കുമ്പം നമ്മുടെയൊക്കെ ഉപയോഗിക്കുന്ന വീട്ടിലെ പറമ്പിൽ നേരത്തെ ഇങ്ങനെ പൈശാചിക അവസ്ഥയിൽ ജീവിച്ച ആൾക്കാർ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടേതായ ഇംപ്രിൻറ്റിങ്ങുകൾ അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് നമ്മൾ തിരിച്ചറിയണം. ബാംഗ്ലൂർ പഠിക്കുമ്പം എൻ്റെ കിട്ടിയൊരു പുസ്തകമാണ് ഇത്, മിസ്റ്ററീസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. കോളിൻ വിൽസൺ എഴുതിയൊരു പുസ്തകമാണ്. എൻ്റെ ഫോട്ടോഷോട്ട് എടുത്തതാണ്. ഇത് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ ഒക്കൾട്ട്, ദ പാരാനോർമൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ. ഈ ഒക്കൾട്ട്, പൈശാചിക മേഖല, കൂടോത്ര, മന്ത്രവാദ, ആഭിചാര മേഖല, അതിസ്വാഭാവിക സംഭവങ്ങൾ, അങ്ങനെയുള്ള കേസുകളെ പറ്റിയുള്ള പഠനമാണിത്. ഇതൊരു ആത്മീയ പുസ്തകമല്ല, ഒരു സെക്കുലർ രീതിയിലുള്ള പഠനമാണ്. ഇത് 70കളിലെ മറ്റാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം ഇങ്ങനെ മറിച്ച് നോക്കി, ബാംഗ്ലൂർ സെമിനാരി ലൈബ്രറിയിലുണ്ടായിരുന്ന. ഇതിനകത്ത് ഈ നമ്മൾ പറയുന്ന പോലെയുള്ള ചില സംഭവങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി.
ഇവിടെ രണ്ട് സംഭവങ്ങൾ ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. പവേഴ്സ് ഓഫ് ഈവിൾ എന്നൊരു വിഷയം വെച്ച് ഹെഡിങ് പറഞ്ഞിട്ട്, ഡിവൺ ക്രാഫ്റ്റ്സ്മെൻ ഹു മാരീഡ് അറ്റ് ദി ഏജ് ഓഫ് 25 ആൻഡ് മൂവ് ടു എ കോസ്റ്റൽ കോട്ടേജ് എന്ന് വെച്ചാൽ, ഒരു ചിലപ്പോൾ 25 വയസ്സാരും കല്യാണം കഴിച്ചു, രണ്ടുപേരും കൂടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തങ്ങാണ്ട് ഒരു വീട്ടിൽ വാടക താമസം ആരംഭിച്ചു. നല്ല മര്യാദക്കാരൻ പയ്യൻ, അധ്വാനി, ഒരു ദുശ്ശീലമില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പം 2 വീക്സ് ആഫ്റ്റർ ഈ പയ്യൻ കുടിച്ച് വല്ലാണ്ട് മത്ത് പിടിച്ച അവസ്ഥയിൽ വീട്ടിൽ വന്ന് കയറി. ഭാര്യ ഉള്ള വീട്ടിൽ അവൾ ആകെപ്പാടെ after 2 weeks after the honeymoon, the husband returned home completely drunk. His wife was horrified. അവൾ പേടിച്ച് വല്ലാണ്ട്. കാരണം ഇങ്ങനൊരു കുടിയുടെ വിഷയം മനുഷ്യനെ ഒരിക്കലും ആ പയ്യനെ പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ മത്ത് പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഏറ്റപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവളുടെ മാപ്പ് ചോദിക്കുകയാണ്. ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു, എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ സംഭവിച്ചെന്ന് ക്ഷമിക്കണം, ഒരിക്കലും ഒരു തുള്ളി പോലും തൊടുകയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണയിട്ട് പറഞ്ഞ് അങ്ങനെ വിഷയം തീർന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പം പിന്നെ ഇതുപോലെ തന്നെ സംഭവിച്ചു. അന്നേരം ഇങ്ങനെ പിറ്റേ ദിവസം അച്ചവരെല്ലാം പറഞ്ഞ് ക്ഷമിക്കണം, ഞാൻ എനിക്കറിയത്തില്ല, ഇനി ഒരിക്കലും ഇല്ല എന്ന് ആണയിട്ട് ഭാര്യയുടെ പറയുകയാണ്. അങ്ങനെ 3ാമതും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം ഈ പെങ്കൊച്ച് ഭാര്യ അവള് ചെന്നിട്ട് ഒരു വൈസ് വുമൺ, ഇതൊരു സെക്യുലർ ബുക്കാന്ന് പറഞ്ഞല്ലോ, സെക്യുലർ ബുക്ക് ആയതുകൊണ്ട് വൈസ് വുമൺ എന്ന് പറയുന്നത് എനിക്ക് തിരിയുന്ന ഏതോ പ്രാർത്ഥന കൂട്ടായ്മ ഗിഫ്റ്റുള്ള ഏതോ ഒരു സ്ത്രീ ആയിരിക്കും. When he came home drunk a 3rd time, the wife consulted a wise woman who came to the house, pointed to a wooden armchair. വീട്ടിലുള്ള ഒരു തടിക്കസേര, കൈയുള്ള കസേര ചൂണ്ടിക്കാണിച്ചു. and advised the girl to burn it. അത് കത്തിച്ച് കളയാൻ പറഞ്ഞു. It had been given to them as a wedding present. അത് സമ്മാനം കൊടുത്തതാണ്. When the chair was burned, the trouble stopped immediately. Investigation of the chair's history revealed that it belonged to a drunken butcher who had committed suicide by sitting in it. അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഈ കസേര സമ്മാനം കൊടുത്ത കനകാൻ്റെ കസേരയാണ്. അപ്പോൾ അന്വേഷിച്ചപ്പം ആ കടക്കാർ പറഞ്ഞു, ഇത് ഒരു കശാപ്പുകാരൻ, കൊടിയൻ കശാപ്പുകാരൻ്റെ കയ്യിലുണ്ടാകുന്ന കസേരയാണ്, അങ്ങേര് ഈ കസേര ഇരുന്ന് കുടിച്ച് ആത്മഹത്യ ചെയ്ത് അവസാനിച്ചതാണ്. അങ്ങനെ കിട്ടിയ കസേര ഇവർ പെയിൻ്റൊക്കെ അടിച്ച് കച്ചവടത്തിന് വെച്ച് അത് ആരോട് മേടിച്ച് സമ്മാനം കൊടുത്തു. ആ കസേര ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ വന്ന് പറയുകയാണ്, ഈ കസേരയാണ് വിഷയം, കത്തിച്ച് കളയാൻ പറഞ്ഞു. കത്തിച്ചപ്പോൾ വിഷയം മാറി എന്നൊരു സംഭവം ഇവരിങ്ങനെ പങ്കുവെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേറെ സംഭവം പറയുകയാണ്, ഇത് ഡോക്ടർ റോബർട്ട് മോറിസ്, എ സൈക്കോളജിസ്റ്റ് അഫിലിയേറ്റഡ് വിത്ത് ദ സൈക്കിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ ഓഫ് ഡർഹാം, നോർത്ത് കരോളിന, അമേരിക്കയിലുള്ള റിസർച്ച് ഫൗണ്ടേഷൻ ഒരു ഡോക്ടർ റോബർട്ട് മോറിസ് പങ്കുവെക്കുന്ന സംഭവമാണ്. A rat, a cat, a dog and a rattlesnake were taken to a haunted house in Kentucky. അമേരിക്കയിലെ കെൻറ്റുക്കിയിലുള്ള ഒരു ബാധ ഉള്ള വീട് അറിഞ്ഞപ്പോൾ ഇവരവിടെ ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. ഒരു പൂച്ച, പട്ടി, ഒരു പാമ്പ്, ഒരു എലി, 4 ജീവികളെ ഇവർ കൂടിനകത്തൊക്കെ ആക്കി കൊണ്ടുപോയി. അവർക്ക് എന്തോ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് the 2 reputedly haunted rooms were ones in which violent deaths had occurred. ആ വീട്ടിൽ താമസമില്ല. കാരണം നാട്ടുകാരോ ഉടമസ്ഥരോ പറയുന്നത് ഇവിടെ 2 ദുർമരണം സംഭവിച്ചിട്ടുണ്ട് 2 മുറിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജീവിക്കാൻ വരുന്നതായത് അങ്ങനെ ആർക്കും വേണ്ടി ഇപ്പം കിടക്കുക. ഇവരെന്താ ചെയ്തു? ഇവർ ഈ വീട്ടിൽ ചെന്നിട്ട് ഈ മൃഗങ്ങളെല്ലാം ഓരോന്നിനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഒരറ്റം മുതൽ കയറി നടന്ന് വന്നിട്ട് ഈ പറഞ്ഞ മുറിയിലൂടെയും കയറി ഇറങ്ങി. അപ്പോൾ ഇവർ വ്യത്യാസം കാണുക ഈ ജീവിയുടെ പെരുമാറ്റത്തിൽ. പട്ടി ഈ മുറിയിലേക്ക് വരുന്നവരെ ശാന്തനായിരുന്നു. മുറിയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് മുരണ്ടിട്ട് പുറകോട്ട് നിൽക്കുക, വലിച്ചിട്ട് ഒന്നിട്ടും കയറിയല്ല. പൂച്ച അതുവരെ ഉടമസ്ഥൻ്റെ കയ്യിലത് പെട്ടെന്ന് ചാടിയിട്ട് തോളത്ത് കയറി പിന്നെ ചാടി ആ മൂലയ്ക്ക് കസേര പോരുന്ന ഇങ്ങനെ ചേഷ്ട കാണിക്കാൻ തുടങ്ങി. എലി ഒരു മാറ്റം കാണിച്ചില്ല, മണത്ത് എല്ലാ മുറിയിലും പോലെ ഈ മുറിക്കകത്തൂടെ നടന്നു. പാമ്പ് കൂടിനകത്തായിരിക്കും, റാറ്റിൽ സ്നേക്ക്, അത് ഈ മുറിയിലേക്ക് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അറ്റാക്കും പോസ്റ്റർ എടുത്തിട്ട് സൗണ്ടൊക്കെ കാണിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, നൺ ഓഫ് ദ ക്രീച്ചേഴ്സ് ഷോഡ് എനി റിയാക്ഷൻ വെൻ ടേക്കൺ ഇൻ റൂംസ് വെൻ നോട്ട് ടാർജറി ഒക്കെ. മറ്റു മുറികളിൽ പോയപ്പോൾ ഒരു പ്രതികരണം ഇങ്ങനെ കാണിച്ചില്ല. ഇവർ ഇതൊരു സൈക്കിക്കൽ റിസർച്ച് ഫൗണ്ടേഷനാണ്. അവർക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. മനുഷ്യർക്കുള്ളതിനപ്പുറമുള്ള ചില സംവേദനക്ഷമതകൾ മൃഗങ്ങൾക്കുണ്ടല്ലോ. അത് വെച്ച് അവർ 4 ജീവികളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരിത് വഴി കണ്ടുപിടിക്കുകയാണ്, ഈ വീടിൻ്റെ ഈ പറഞ്ഞ 2 മുറികളിൽ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട്, ശക്തമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ട്. അത് ഈ കൊച്ചു ജീവികൾക്ക് സ്വീകാര്യമല്ല, അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു. എലി മാത്രം മാറ്റം കാണിച്ചില്ല, ബാക്കി 3 റിയാക്ട് ചെയ്തു. അപ്പം ആ ഒരു നെഗറ്റീവ് എനർജി ആൾക്കാർക്ക് അനുഭവിച്ചിട്ടാണ് അവർ ജീവിക്കാൻ കൊള്ളിയെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത്. അങ്ങനെ മാറിയില്ലെങ്കിൽ അവർ രോഗം പിടിക്കുന്നു, മരിച്ചു പോകും, മരണം വരെ ഉണ്ടാകാം. അതാണ് ഒരു വീട്, സ്ഥലം നിവാസികൾ നിമിത്തം അശുദ്ധമാകുന്നു, പിന്നെയുള്ള നിവാസികൾ ദഹിച്ചു തീരുന്നു
എന്ന് പറയുമ്പം ഈ അങ്ങനെ പതിയോ എന്നുള്ളതാണ് ഇവർ പരീക്ഷിക്കുന്നത്. ഇനി ഇതേക്കുറിച്ചുള്ളൊരു വിശദീകരണം ഈ കോളിൻ വിൽസൺ എഡ്വേർഡ് റസ്സൽ എന്ന ഓതറിൻ്റെ ഒരു പുസ്തകം ഡിസൈൻ ഫോർ ഡെസ്റ്റിനി, ഒരു പുസ്തകം, അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, എഡ്വേർഡ് റസ്സൽ കോൾസ് ദീസ് ഇംപ്രിന്റ്സ് ഓർ റെക്കോർഡിംഗ് ടി ഫീൽഡ് ഓർ തോട്ട് ഫീൽഡ്. അതിൻ്റെ ഷോർട്ട് ഫോം ടി ഫീൽഡ്. അങ്ങനെ പ്രതിഭാസമുണ്ടെന്ന് ഈ എഡ്വേർഡ് റസ്സൽ പറയുകയാണ്. ടി ഫീൽഡിലെ തോട്ട് ഫീൽഡ് എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എനർജിയിലെ പോസിറ്റീവ് എനർജി അതെങ്ങനെ വരുന്നു. അപ്പം അദ്ദേഹം എഴുതുകയാണ്, ഹി റൈറ്റ്സ്, വൺ ഓഫ് ദ commonest forms of the phenomenon are the thoughts of horror or despair imprinted on the structure of a building in which some murder or tragedy has taken place. These powerful thoughts seem to saturate the building materials and last indefinitely. അപ്പോൾ ഒരു സംഭവം, ഇപ്പം നെഗറ്റീവ് സംഭവം നടക്കുമ്പം അതിൻ്റെ തരംഗങ്ങൾ ആ പരിസരത്തിലുള്ള വസ്തുക്കളെല്ലാം ഇംപ്രിൻ്റ് ചെയ്യപ്പെടുന്നു, പതിയുന്നു. എന്നിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കും കാലാകാലത്തോളം. അങ്ങനെ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ടെന്ന് ഈ എഡ്വേർഡ് റസ്സലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ സ്ഥാപിക്കുകയാണ്. അതേപറ്റി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ റസ്സൽ ഓൾസോ ആഡ്സ് ദ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ദാറ്റ് ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ദി ഏൻഷ്യൻ്റ് കസ്റ്റം ഓഫ് ബ്ലെസ്സിങ് മെറ്റീരിയൽ ഓബ്ജക്ട്സ് പുട്ടിങ് കേസസ് ഓൺ ദം. പഴയ പാരമ്പര്യമില്ലേ ഇങ്ങനെ വസ്തുക്കൾ വെഞ്ചരിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. നമ്മുടെ സഭയിൽ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സൂചിപ്പിക്കുന്നു. ഇത് സെക്കുലർ ബുക്കാണ്. അല്ലെ കേഴ്സ് ചെയ്യുന്നു, ആഭിചാരം ചെയ്യുന്നു ഒരു വസ്തുവിൻ്റെ മേൽ. അങ്ങനെ ബ്ലെസ്സിങ്ങിൻ്റെ വാക്കുകളും ചേഷ്ടകളും കാണിക്കുമ്പം ആ വസ്തുവിൽ അത് പതിയും. തിന്മയുടെ സ്വരങ്ങളും ചേഷ്ടകളും ചെയ്യുമ്പം അത് ആ വസ്തുവിൽ അതും പതിയും. അപ്പം ഇങ്ങനെയാണ് ചില വസ്തുക്കളെ വെഞ്ചരിച്ച് വിശുദ്ധീകരിക്കുന്നത്. വീട് വെഞ്ചരിപ്പ്, കാറ് വെഞ്ചരിപ്പ്, സാധനങ്ങൾ വെഞ്ചരിക്കും. അപ്പം അച്ഛന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പം വാക്കിലൂടെ പവർ വരുന്നു. ആ അടയാളത്തിൻ്റെയും പവർ അവിടെ പതിയും. അപ്പോൾ വസ്തുവിൽ മാറ്റം വരുന്നു. മറുവശത്ത് പൈശാചിക സ്വരങ്ങൾ, മന്ത്രം, ഓതൽ അങ്ങനെയുള്ളത് വരുമ്പം ആ പവർ അവിടെ പതിയും. അടയാളങ്ങൾ കാണിച്ചാൽ അതും പതിയും. അങ്ങനെയാണ് ക്ഷുദ്ര വസ്തുക്കൾ ഉണ്ടാക്കുന്നത് എന്ന് നിരീക്ഷണം ഇങ്ങേര് നടത്തുന്നുണ്ട്. അപ്പം ഇതൊരു സെക്കുലർ രീതിയിലുള്ള നിരീക്ഷണമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഭൗതിക മേഖല, വീട്, പറമ്പ്, വസ്തുക്കൾ, ഈ ഒരു ആത്മീയ അന്തരീക്ഷം അതിൻ്റെ മേലുള്ളത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നിങ്ങനെ വരാം. അതേപ്പറ്റി വ്യക്തത വേണം. ഇങ്ങനെ പറയുമ്പം പവർ പതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് സൂചിപ്പിച്ചതാണ്. നമ്മൾ ഓരോ ദിവസം കുർബാന ചെല്ലുമ്പം ഇത് തന്നെയാണ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പം എടുത്ത് അന്ന് ഈശോ അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു, അങ്ങനെ ആയി. നമ്മൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പം നമ്മൾ എന്നും നമ്മൾ ചെയ്യുകയാണ്. അച്ഛനത് എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് ഈശോയാണ് പറയുന്നത്. അപ്പോൾ ഈശോയുടെ ശരീരം മാറുന്നു. സംശയമുള്ളവർക്ക് ഒത്തിരി യൂക്കറിസ്റ്റ് മിറക്കിൾസ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കറിയാം. ഗൂഗിൾ ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടും. അത് നമുക്കൊരിക്കലും ഈ അപ്പം കുദാശ വചനങ്ങൾ ഉരുവിട്ട് കഴിയുമ്പം ഈശോയുടെ ശരീരവും വീഞ്ഞ് രക്തവുമായിട്ട് മാറുന്നുണ്ട് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വാക്കിലൂടെയും അടയാളത്തിലൂടെയും പവർ വസ്തുവിൽ വന്നിട്ട് വസ്തുവിൽ മാറ്റമുണ്ടായി അതിന് പവർ നിറയാമെങ്കിൽ, മറുവശത്ത് ഈ മന്ത്രം, കൂടോത്രം, ക്ഷുദ്രം, കൈവിഷം, ഭക്ഷണം എടുത്തിട്ട് പൈശാചിക കാര്യങ്ങൾ പറഞ്ഞു കഴിയും. ഭക്ഷണത്തിന് പവർ പതിയുന്നു, നമ്മൾ അപ്പത്തിൽ പതിയുന്നതാണ്. അത് ഭക്ഷിക്കാൻ കൊടുക്കുമ്പം അതിലുള്ള പവർ ആ വ്യക്തിയുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ വസ്തു കൊണ്ട് സ്ഥലത്ത് ഇട്ട് കഴിയുമ്പം ആ വസ്തുവിലുള്ള പവറുടെ പ്രസരിക്കാൻ തുടങ്ങും. അപ്പം ഈ ഭക്ഷണം കൈവിഷം എന്ന് പറയുന്നതാണ്. അങ്ങനെ പൈശാചിക സ്വാധീനത്തിൽ പെടുത്തിയ ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആ ഭക്ഷണത്തിലുള്ള പവറിനെ മറികടക്കാൻ മാത്രം സ്പിരിച്വൽ പവർ ഇല്ലാത്ത ആളാണെങ്കിൽ അതിൻ്റെ ഉപദ്രവം വരും. പവർ ഉള്ള ആളാണെങ്കിൽ അത് ഏശിയല്ല. ക്ഷുദ്ര വസ്തുക്കൾ കൊണ്ട് ഇട്ട് കഴിയുമ്പം അത് ആ വീട്ടിലുള്ളവർ ആൽവി പവറിലാണെങ്കിൽ അത് ഏശിയല്ല, പവറിലല്ലെങ്കിൽ യേശും. ഇങ്ങനൊരു വശം കിടക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ഈ കൈവേഷത്തിൻ്റെ മേഖല ഉണ്ടെന്ന് അറിയണം. പക്ഷേ ഈ കൂടോത്തര വസ്തുക്കൾ, ക്ഷുദ്ര വസ്തുക്കളെ പറ്റിയൊക്കെ അനുഭവമുള്ള നിങ്ങൾ കുറേ പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു അതിശയവും തോന്നിയല്ല. നമ്മുടെയൊക്കെ വീടുകൾക്കുള്ളിൽ എനിക്ക് പല 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 സംഭവങ്ങൾ അറിയാം. മുറിക്കകത്ത്, പെരയ്ക്കകത്ത്, തറയുടെ അടിയിൽ, അലമാരിക്കകത്ത്, സേഫിനകത്ത്, വർഷങ്ങളായിട്ട് തുറക്കാത്ത സേഫിനകത്തുനിന്ന് പോലും ഫ്രഷായ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന സംഭവങ്ങളുണ്ട്. ഇതെങ്ങനെ ഇവിടെ കൊണ്ടുവച്ചു, ആര് കയറി വന്നു? ഒരു നിമിഷം വന്ന് പറഞ്ഞു, വെച്ചാൽ ഞങ്ങളുടെ ഫ്ലാറ്റ് താമസിക്കുന്ന മുകളിലത്തെ നിലയിലാണ്. പക്ഷേ അമ്മ ഇവനിപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അമ്മയ്ക്ക് ശ്രീധന കല്യാണ സമയത്ത് കിട്ടിയ അലമാര, ഇരുമ്പ് അലമാരയുണ്ട്.
അതിനകത്തെ ഷെൽഫിനകത്തുനിന്ന് ഒരച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഒരു തകിടിങ്ങനെ എടുത്തു, അതിലിങ്ങനെ തലയോട്ടി മറിച്ച് വെട്ടി ഈ കേട്ടിരിക്കുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, ഇത് നിങ്ങൾ 2 ആമക്കളല്ല, 2 ആമക്കളുടെ ദാമ്പത്യം തകർക്കാൻ വേണ്ടിയുള്ള ക്ഷുദ്രമാണിത്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, അച്ഛൻ ഞങ്ങൾ 2 പേരും ദാമ്പത്യ തകർച്ചയുടെ വക്കിലാന്ന് പറഞ്ഞു. 2 പേര് ഞങ്ങൾ ഞെരുങ്ങാന്ന് പറഞ്ഞു. 2 പേരും, ചേട്ടനും അനുജനും. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളെപ്പറ്റി ഞാനിതേപ്പറ്റിയൊക്കെ ചില അനുഭവങ്ങളിലേക്ക് വരുമ്പം ഈ ഫീൽഡിനെക്കുറിച്ച് ചില ആൾക്കാർ ഒരു ക്ലെയിം, ഞാൻ പഠിക്കാൻ പോകുന്നതിനൊക്കെ മുമ്പ് 10-25 വർഷം മുമ്പ് ആദ്യത്തെ അനുഭവം ഉണ്ടാകുന്ന ആളുകളിൽ എൻ്റെ പള്ളി ഒരു കൈക്കാരനുണ്ടായിരുന്നു. ആ കൈക്കാരൻ ഇങ്ങനത്തെ പേര് കേട്ടാൽ പറഞ്ഞു, അച്ഛാ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാകട്ടോ, സൂക്ഷിച്ച് ഇടപെടുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു എന്നോട്. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, അച്ഛാ നമ്മുടെ ഇവിടെയൊക്കെ പല കത്തോലിക്കരും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വിഷമിക്കുന്നിരുന്ന അച്ഛന്മാർ പറഞ്ഞു, അച്ഛന്മാർ ആരും കേൾക്കുകയല്ല, അതുകൊണ്ട് പറയാൻ വരാത്തത്. ഞങ്ങളൊക്കെ പലരും വിഷമിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അനുഭവം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അനുഭവങ്ങളില്ല, പക്ഷെ ഒന്നിൻ്റെ അനുഭവം ഉണ്ട്. ആദ്യത്തെ അനുഭവം ഉണ്ടായ സമയം. അപ്പം അങ്ങേരെ എന്നോടൊരു അക്രൈസ്തവനായ ഒരു പണിക്കൻ്റെ കാര്യം പറഞ്ഞു. പാലാ ഭാഗത്ത് ഉണ്ടായിരുന്നതാണ്, ഇപ്പം മരിച്ചുപോയി കാണും. അപ്പം അങ്ങേരെ കൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ വിഷയം വരുമ്പോൾ എടുപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ ടൗണിൽ തന്നെ ഉള്ള ഒരു കത്തോലിക്ക വലിയൊരു ബിസിനസ് സ്ഥാപനം, അവരുടെ ബിസിനസ് എല്ലാം മോശമായ ഒരിടയ്ക്ക് തീരെ മോശമായപ്പം അവർ പണിക്കൻ്റെ അടുത്ത് ചെന്നു. പണിക്കൻ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് പെൻഡലൊക്കെ വെച്ചുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കടയുടെ മുൻവശത്ത് ഇത്ര അടി അകലെ ഇത്ര അടി താഴ്ചയിലായിട്ട് കൂടോത്ര വസ്തുക്കൾ കിടപ്പുള്ളത്, അതാണ് തടസ്സം, ബിസിനസ് ഉണ്ടാകാത്തത്. അതിപ്പോൾ എന്നാ ചെയ്യുന്നത്, നിങ്ങൾക്ക് താല്പര്യമാണ് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് രാത്രിയിൽ ടൗണെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പം പണിക്കൻ വന്നവർ പണിക്കൻ കാണിച്ചു കൊടുത്തൊരു പണിക്കാരെ കൊണ്ട് മാന്തിച്ചു. സാധനം കിട്ടി, പണിക്കൻ അത് കൊണ്ടുപോയി. കച്ചവടം നല്ലപോലെ മെച്ചപ്പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ. പക്ഷേ കുറച്ച് പിന്നെ കച്ചവടം മോശമായി, ഒട്ടുമില്ല. പണിക്കൻ്റെ അടുത്ത് ചെന്നു. പണിക്കൻ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ വന്നിട്ടുണ്ട്. 2ാമതും എടുപ്പിച്ചു, മെച്ചപ്പെട്ടു. 3ാമതും 4ാമതും 4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ കടക്കാരെ എനിക്കറിയാം, ഞങ്ങൾ നിർത്തി പരിപാടി. പിന്നെ എടുപ്പിക്കൽ നിർത്തി, എനിക്ക് കടക്കാരെ അറിയാം. അപ്പം ഇങ്ങനെ സംഭവം കേട്ടപ്പോൾ ഒരിക്കൽ ഞാൻ ഈ കടയിൽ ഇരിക്കുമ്പം കടക്കാരൻ പറഞ്ഞു, അച്ഛനെ പണിക്കനെ കാണണമെങ്കിൽ ഇതേ വരുന്ന ആളാന്ന് പറഞ്ഞു. പണിക്കൻ വഴിയാണ് വരിക, വേണേ വിളിക്കാമെന്ന് പറഞ്ഞു. അവന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പം വന്നപ്പോൾ ഇങ്ങേര് വേണ്ടി പറഞ്ഞപ്പം, ഇത് ഞങ്ങളുടെ വികാരിച്ചനാ, അച്ഛൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ഈ കാര്യത്തെപ്പറ്റി അറിയാൻ. അപ്പം അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഞാനിതൊരു പരിപാടിക്കും പോകുന്നതല്ല, ഏതോ ചെയ്യാനൊന്നും ആരും ഉപദ്രവിക്കാൻ പോകുക, പക്ഷേ കഷ്ടപ്പെടുന്നത് ഞാൻ എടുക്കും. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ സഞ്ചിക്ക് ചെറിയ കുഞ്ഞു ബാഗ്, അതിനകത്ത് എടുത്തൊരു പെൻഡിടും, അത് വെച്ചിട്ടാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ദൂരെ എത്ര അടി എങ്ങനെ എടുക്കും അങ്ങനെ. അപ്പോൾ ഈ പണിക്കും പറഞ്ഞ, അച്ഛാ പണി പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛാ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നത് ഈ ആൾക്കാർ ചെയ്യുന്നവർ വീട്ടിൽ വന്ന് കയറിയല്ല ഇടുന്നത്. ഇത് അവർ ചെയ്യുന്നവർ എവിടെ ഇരുന്ന് ചെയ്യുമ്പം എവിടെ കൊണ്ട് കയറ്റാൻ അവർ കയറ്റാൻ പറ്റും. ഇത് വീട്ടിൽ വന്ന് കയറണ്ട. അരൂപിയുടെ ലോകത്ത് സ്ഥല സമയ പരിമിതിക്ക് അപ്പുറം കാര്യങ്ങൾ നീങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മേഖല ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലും പറമ്പിലും വീടിനടിയിലും മുറ്റത്തുമൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ ഈ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്ന് പറയുമ്പോൾ ആധി പിടിക്കാനല്ല, ഇതെന്ത് ചെയ്യും. അപ്പോൾ അവരത് കയറാതിരിക്കാൻ പട്ടിയെ വെച്ച് ഗേറ്റ് പൂട്ടിയിട്ടാൽ അതുകൊണ്ടാവുകയല്ല, ഇവർക്ക് വന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പ്രതിവിധി? അതാണ് ലൂക്ക 10:19 വചനത്തിൻ്റെ വിശദാംശം ഈശോ പറയുന്നത് കണ്ടോ. ലൂക്ക 10:19 എന്താ വായിക്കുന്നേ? പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ അത് ശ്രദ്ധിക്കണം. ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ എന്ന് പറയും, പെറുക്കി കളയാനെന്നല്ല വചനം പറയുന്നത്. സകല കൂടോത്ര വസ്തുക്കളും പെറുക്കി കളയാനെന്നല്ല വചനം പറഞ്ഞിരിക്കുന്നത്. പെറുക്കി കളയാൻ പോകണ്ട, തമ്പുരാൻ അറിയാം ഇത് പെറുക്കി കളഞ്ഞാലും പിന്നീട് വരുത്താൻ പറ്റും. പെറുക്കാൻ പോയാൽ തീരിയല്ല, കാണുന്നുണ്ട് പെറുത്ത് കളഞ്ഞു. ഈ പണിക്കൻ ചാണകവെള്ളം നിലച്ചിലേക്ക് എടുത്തോണ്ട് വരുന്നു. ഒരിക്കൽ അങ്ങനെ കണ്ടപ്പോൾ കൈ വെച്ച് കിട്ടി ഇങ്ങനെ ഒരുക്കുക. അപ്പോൾ എങ്ങാണ്ട് എടുത്തോണ്ട് വന്നപ്പോൾ വണ്ടി മറിഞ്ഞാന്ന് പറഞ്ഞു, തട്ട് കിട്ടുമെന്ന് അച്ഛാന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിശുദ്ധിയിലായിരിക്കില്ല, പ്രസാദപരാവസ്ഥ ആണെങ്കിൽ കൈകാര്യം ചെയ്യാവുള്ളൂ. നമ്മൾ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ, ഹോളി വാട്ടർ തളിക്കുക, വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ട് അതെടുത്തിട്ട് ഒന്നുകിൽ ആറ്റിക്കൊണ്ട് ഒഴുകുന്ന വെള്ളത്തിൽ കളയാനാണ്. കാരണം പഴയ വല്യച്ഛന്മാരെ പറയുന്നത്, ഒഴുകുന്ന വെള്ളത്തിൽ കളഞ്ഞേക്കുക, അപ്പോൾ അടുത്ത് ഇല്ലാതെ പൊക്കോളും, പോട്ടെ. അല്ലെങ്കിൽ പള്ളി കൊണ്ട് വല്ല കുരിച്ചടിയിലോ അല്ല വിശുദ്ധൻ്റെ മുമ്പിലോ കൊണ്ട് ഇട്ടേക്കുക, ആ ശക്തി കീഴ്പ്പെടുത്തുക, ഇതാ ചെയ്യേണ്ട. അപ്പം നമ്മൾ ഒരു വിശുദ്ധിയിലായിരിക്കണം.